എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എല്ലാ ലീഡേഴ്സിനും ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് ഈ പ്രഭാതത്തിൽ ഏറ്റവും നല്ലൊരു അവസരം നമുക്ക് തന്നിട്ടുണ്ട്. എൻ്റെ പേര് റോജി, തൃശ്ശൂരിൽ നിന്നാണ്. നമുക്ക് നല്ലൊരു അവസരവും നല്ലൊരു ദിവസവും ആരോഗ്യവും തന്നിട്ടുള്ള ഈ സമയത്ത് നമുക്ക് ദൈവത്തോട് ഒരു നിമിഷം നന്ദി പറഞ്ഞുകൊണ്ട് ഈ മീറ്റിംഗ് ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു ലീഡേഴ്സ്. വളരെയധികം പ്രാധാന്യവും വളരെയധികം അവസരവും നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഈ സൂം മീറ്റിംഗിലൂടെ അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ ആരോഗ്യവും സമ്പത്തും നമുക്ക് നൽകാനുള്ള അവസരവും നമുക്ക് ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്മുടെ ലീഡേഴ്സ് മുഖാന്തരവും. അതുപോലെ തന്നെ ഇതിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആരോഗ്യം സർവ്വധനാൽ പ്രധാനം. എല്ലാവർക്കും ഇന്ന് ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്ന ഒരു മേഖലയാണ് ആരോഗ്യം. നമുക്കറിയാം. ഈ അവസരത്തില് നിങ്ങൾ എല്ലാവരെയും, നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളെയും ഈ സൂം മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമുക്ക് ഈ വലിയൊരു അവസരം നമുക്ക് ഒരുക്കി തന്ന നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ട്. മനോജ് സാർ, അതുപോലെ മറ്റുള്ള ഒരുപാട് പ്രാമുഖ്യമുള്ള ലീഡേഴ്സ് ഇവിടെയുണ്ട്. അവരെല്ലാവരെയും ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യാണ്, നന്ദി പറയാണ്. അതോടൊപ്പം എല്ലാവരെയും, എല്ലാ സുഹൃത്തുക്കളെയും, എല്ലാ ലീഡേഴ്സിനെയും ഈ അവസരത്തിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ, നമ്മൾ എല്ലാവരും അനുഭവിച്ചതുപോലെ, നമ്മൾക്ക് കിട്ടിയ അവസരങ്ങളും മേഖലകളും മറ്റുള്ളവരെ പരിചയപ്പെടുത്താനും ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ നമ്മൾക്ക് നേടാനും വ്യക്തത വരുത്തുവാനും വേണ്ടിയിട്ട് നമ്മൾക്ക് ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോം ഒരുക്കി തന്നിട്ടുണ്ട്. ഈ അവസരത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പറയുവാനും ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ വളരെയധികം പ്രാധാന്യവും പ്രാഗൽഭ്യവും കഴിവും തെളിയിച്ച് വളരെയധികം എന്താ പറയാ, ഈ ഒരു അവസരത്തിന്റെ അറിവിന്റെ നിറകുടമായ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ട് ഈ അറിവിലേക്ക് വളരെയധികം നമുക്ക് ഉപയോഗപ്രദമായി കിട്ടിയിരിക്കുന്ന ഏറ്റവും ആപ്റ്റായിട്ട് അവൈലബിൾ ആയി നമുക്ക് ലഭിച്ചിരിക്കുന്ന നമ്മുടെ MBR സാർ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് വേണ്ടിയിട്ട്, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു അവസരം കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ഈ അവസരത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഈ അറിവിന്റെ നിറകുടമായ ഞങ്ങളുടെ MBR സാറിനെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യാണ്. വെൽക്കം MBR സാർ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. പ്രിയങ്കരനായ മനോജ് സാറ്, ഡാനിഷ് സാറ്, ബെന്നി സാറ്, ഗുരുതുല്യരായ എല്ലാ സീനിയേഴ്സിനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സൂം മീറ്റിംഗ് ആരംഭിക്കാം. നമ്മുടെ വിഷയം ഈ ബയോട്ടോറിയമാണ്. കമ്പനിയുടെ പ്രൊഫൈല് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രൊഡക്റ്റിലേക്ക് പോകാം. കമ്പനി 2008 ആരംഭിച്ച കമ്പനിയാണ്. 17 വർഷത്തെ നിസ്തുല സേവന പാരമ്പര്യമുണ്ട്. ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയായിട്ട് ആരംഭിച്ചതാണ്. അനേകം രാജ്യങ്ങളിലേക്ക് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തുകൊണ്ടാണ് കമ്പനിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. അത് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങളാണ് കമ്പനി നിർമ്മിക്കുകയും സ്വന്തമായിട്ട് നിർമ്മിക്കുകയും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്തിരുന്നത്. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറുടെ പേര് സാഗർ ജോഷി സാർ എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം മാഗ്നത്തോപ്പിലെ ഡോക്ടറേറ്റ് എടുത്തുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. നാനോ ടെക്നോളജിയിലെ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ, ഒരു വലിയ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ, അതിന്റെ MDക്ക് കഴിവുണ്ടെങ്കിൽ മാത്രമേ ആ പ്രസ്ഥാനത്തിന് മുന്നോട്ട് നയിക്കാൻ സാധിക്കൂ. അപ്പൊ മാഗ്നത്തോപ്പിയുടെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഈ മാഗ്നത്തോപ്പിലെ ഡോക്ടറേറ്റ് എടുക്കാൻ തീരുമാനിച്ചത്. ഒരു ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിക്ക്, കാരണം നമ്മളെ മനുഷ്യ ശരീരത്തിൽ മാഗ്നറ്റിക് തെറാപ്പി സംബന്ധമായ പവറിനെ സംബന്ധിച്ചും അതിന്റെ ഗുണങ്ങളെ സംബന്ധിച്ചും അത് ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ബയോട്ടോറിയത്തിന്റെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത്രയേറെ ഗുണങ്ങൾ കിട്ടുന്നതിന്റെ കാരണം അതാണ്. മാത്രമല്ല, അത് നാനോ ടെക്നോളജിയിൽ, ഒരുപക്ഷെ ലോകത്തിൽ ആദ്യമായിട്ട് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് നാനോ ടെക്നോളജിയിൽ ഉൽപ്പാദിപ്പിച്ച് ആ ഉൽപ്പന്നം ആയതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇത്രയേറെ റിസൾട്ട് കിട്ടുന്നത്. നാനോ ടെക്നോളജിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഒരുപക്ഷെ ലോകത്തിൽ ആദ്യമായിട്ട് സാഗർ ജോഷി സാറാണ് അങ്ങനെ ചെയ്തത്. ഈ ബയോട്ടോറിയമാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ ഒരു കമ്പനി അതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ, ആ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ തലച്ചോറ് എന്ന് പറയുന്നത് അതിന്റെ സോഫ്റ്റ്വെയർ ആണ്.
പല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളും പരാജയപ്പെട്ടു പോകുന്നതിന്റെ കാരണം അതിന്റെ സോഫ്റ്റ്വെയർ കൃത്യമല്ലാത്തത് കൊണ്ടാണ്. ഒരു സോഫ്റ്റ്വെയർ ആദ്യമായിട്ട് നിർമ്മിക്കുമ്പോൾ അതിന് വലിയൊരു എമൗണ്ട് ചെലവ് വരും. അതിനേക്കാൾ ഭീകരമായ ചെലവാണ് വീണ്ടും അതിൽ കൂട്ടിച്ചേർക്കലുകളും മെയിൻ്റനൻസും വരുമ്പോൾ വരുന്നത്. ഇവിടെ നമ്മളുടെ കമ്പനിയുടെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത, എന്റെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് കമ്പനിയുടെ സ്വന്തം സോഫ്റ്റ്വെയർ. അതാണ് ഈ ബയോടോറിയത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് 2020 കമ്പനി ആരംഭിച്ച് 12 വർഷങ്ങൾക്ക് ശേഷം മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെയാണ് ഇന്ത്യയിൽ ഇതിന്റെ വിപണനം ആരംഭിച്ചത്. ഇന്ത്യയിൽ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെ പ്രവർത്തനം ആരംഭിച്ചതുകൊണ്ടാണ് സാധാരണക്കാരായ നമുക്ക് ഈ പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്യാനും ഇതിന്റെ മനോഹരമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും അതിനെ സംബന്ധിച്ച് പ്രചരിപ്പിക്കാനും അവസരം കിട്ടിയത് ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആയതുകൊണ്ടാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ 2021 ഡിസംബർ 28 കേന്ദ്ര ഗവൺമെന്റ് ആദ്യമായിട്ട് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നു. അതുകൂടാതെ 2023 ജൂൺ 21 അതിൽ ചില അമാൽഗമെന്റുകൾ, ചില കൂട്ടിച്ചേർക്കലുകൾ കൊണ്ടുവന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവരുന്നത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ആ നിയമം വന്നു കഴിയുമ്പോഴാണ് മറ്റ് വ്യാജ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ അതിന്റെ പ്രവർത്തനം നിലച്ചുകൊണ്ട് ആ നിയമം അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് ഓരോ മെമ്പേഴ്സും തയ്യാറാകുന്നത്. അത് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. 2021 ഡിസംബർ 28 ആദ്യമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്ന് 2023 ജൂൺ 21 ആ നിയമത്തിന് ചില കൂട്ടിച്ചേർക്കലുകളോട് കൊണ്ടുവന്നു. ഇതെല്ലാം അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ബയോടോറിയം ഇന്ത്യയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2025 ഫെബ്രുവരി 19 കേരള ഗവൺമെന്റ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് വേണ്ടി ഒരു മോണിറ്ററിംഗ് സംവിധാനം കൊണ്ടുവന്നു. കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമം അനുസരിച്ചാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗുകൾ മുന്നോട്ട് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മോണിറ്ററിംഗ് സംവിധാനം കൊണ്ടുവന്നത്. അപ്പൊ ഈ മോണിറ്ററിംഗ് സംവിധാനത്തിലുള്ള കമ്പനികൾക്ക് മാത്രമേ കേരളത്തിൽ ഇനി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ മോണിറ്ററിംഗ് സംവിധാനം, ആ നിയമങ്ങൾ എന്തെല്ലാമാണോ ആ നിയമങ്ങൾ 100% അനുസരിച്ച് പ്രവർത്തിച്ചു പോകുന്ന ഒരു കമ്പനിയാണ് ഈ ബയോടോറിയം എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് വേണ്ടി ശക്തമായ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനേക്കാൾ ശക്തമായ നിയമം കേരള ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമങ്ങളെല്ലാം തന്നെ അനുസരിച്ച് 100% ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ബയോടോറിയം. 100% ലീഗലാണ്. അതാണ് എന്റെ പ്രത്യേകത. 2023 ട്രസ്റ്റഡ് ബ്രാൻഡിംഗ് ഡയറക്ട് സെല്ലിംഗ് അവാർഡ് നേടിയ കമ്പനിയാണ് ഈ ബയോടോറിയം. IIFA അവാർഡ് മികച്ച സംരംഭകൻ എന്ന 2023 അവാർഡ് നേടിയ പ്രസ്ഥാനമാണ് ഈ ബയോടോറിയം. മികച്ച സർവീസ് കൊടുക്കുന്ന സ്ഥാപനം 2023 അവാർഡ് നേടിയ പ്രസ്ഥാനമാണ് ഈ ബയോടോറിയം. ചാമ്പ്യൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അവാർഡ് 2024 നേടിയ പ്രസ്ഥാനമാണ് ഈ ബയോടോറിയം. വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ പേര് വന്ന ലോകത്തിലെ ഓരോ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് ഈ ബയോടോറിയം. ട്രെൻഡ് സെറ്റ് ന്യൂ ട്രെൻഡ് സെറ്റ് ചെയ്ത ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ഒരു ട്രെൻഡ് സെറ്റ് ചെയ്ത ഡയറക്ട് സെല്ലിംഗ്, അത് കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിച്ച് ട്രെൻഡ് സെറ്റ് ചെയ്ത. ഇപ്പൊ ഏതൊരു പ്രസ്ഥാനവും ട്രെൻഡ് സെറ്റ് ചെയ്യുമ്പോഴാണ് അതൊരു മികച്ച കമ്പനിയായിട്ടും മികച്ച പ്രവർത്തനമായിട്ടും ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ ആ പ്രസ്ഥാനം വളർന്നു വരുന്നത്. അപ്പൊ ആ രീതിയിൽ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്ത ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ഈ ബയോടോറിയം. ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കമ്പനി 2024 ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കമ്പനി അവാർഡ് നേടിയ കമ്പനിയാണ് ഈ ബയോടോറിയം. ബെസ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ദി ഇയർ 2024 ബെസ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ദി ഇയർ അവാർഡ് നേടിയ കമ്പനിയാണ് ഈ ബയോടോറിയം. ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി അവാർഡ് നേടിയ കമ്പനിയാണ് ഈ ബയോടോറിയം. ചാമ്പ്യൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അവാർഡ് 2025 നേടിയ കമ്പനിയാണ് ഈ ബയോടോറിയം. ഇന്റർനാഷണൽ ബുദ്ധ പീസ് അവാർഡ് നേടിയ 2025 ഇന്റർനാഷണൽ ബുദ്ധ പീസ് അവാർഡ് നേടിയ കമ്പനിയാണ് ഈ ബയോടോറിയം. ദാദാ സാഹിബ് ഫാൽക്കെ ഇന്ത്യൻ ടെലിവിഷൻ അവാർഡ് നേടിയ കമ്പനിയാണ് ഈ ബയോടോറിയം. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഇൻ ഡയറക്ട് സെല്ലിംഗ് അവാർഡ് നേടിയ കമ്പനിയാണ് ഈ ബയോടോറിയം.
ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഓഫ് ദ ഇയർ 2024 അവാർഡ് നേടിയ കമ്പനിയാണ് ഇബാറ്റോറിയം. ബെസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഇയർ അവാർഡ് നേടിയ കമ്പനിയാണ് ഇബാറ്റോറിയം. ട്രോഫി ഫ്രം MSME മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് അവാർഡ് നേടിയ കമ്പനിയാണ് ഇബാറ്റോറിയം. മഹാരാഷ്ട്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ GST കൊടുക്കുന്ന കമ്പനികളിൽ ഒന്നാണ് ഇബാറ്റോറിയം. ഇന്ത്യയിലെ 10,000-കണക്കിന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ 100-ലൊന്നല്ല 13-ാം സ്ഥാനത്ത് നിൽക്കുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് ഇബാറ്റോറിയം. നമ്മളെ മാനേജിംഗ് ഡയറക്ടറുടെ സ്വപ്നം 2025-2026 ആകുമ്പോൾ 2026 പിന്നിടുമ്പോൾ ടോപ്പ് 5 ലിസ്റ്റിൽ ഇന്ത്യയിൽ വരാൻ പോകുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് ഇബാറ്റോറിയം. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകതയാണ് ഈ കമ്പനി ഇത്രയേറെ വളർന്ന് പന്തലിക്കാനുള്ള കാരണം. ഈ പ്രധാനപ്പെട്ട കമ്പനിയുടെ പ്രൊഡക്റ്റ് ആദ്യ സമയം തുടങ്ങി ഈ കഴിഞ്ഞ വർഷം വരെ, അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ഓരോരോ പ്രൊഡക്റ്റ് മാത്രമേ കമ്പനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രൊഡക്റ്റ് നിയോഡൈമ മെഡിക്കൽ മാഗ്നറ്റിന്റെ മാഗ്നറ്റ് തെറാപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങളാണ്. പിന്നെ നമ്മളെ ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഉൽപ്പന്നങ്ങൾ ആയുഷ് മന്ത്രാലയം അംഗീകരിച്ച ഉൽപ്പന്നങ്ങളാണ്. കൊറോണ യോദ്ധ അവാർഡ് നേടിയ ഉൽപ്പന്നങ്ങളാണ്. അങ്ങനെ കമ്പനിയുടെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ 1 മണിക്കൂർ മതിയാവില്ല. ഇത്രയേറെ പ്രത്യേകതയുള്ള കമ്പനി ലോകത്തിൽ വളരെ റെയറായ കമ്പനികൾ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെ ഇത്രയേറെ പ്രത്യേകതയുള്ള ഓരോരു കമ്പനി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇബാറ്റോറിയം മാത്രമാണ്. 100% ലീഗൽ മാത്രമല്ല, നിലനിൽക്കുന്ന ഒരു കമ്പനി, കാലത്തെ അതിജീവിക്കുന്ന നിലനിൽക്കുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ അത് ഇബാറ്റോറിയം മാത്രമാണ്. കമ്പനി അങ്ങനെയുള്ളൊരു നിലനിൽക്കുന്ന ഒരു കമ്പനിയാണ്. ഇനി കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ആയുഷ് മന്ത്രാലയം അംഗീകരിച്ച ഒരു ചികിത്സാ സംവിധാനമാണ് മാഗ്നറ്റ് തെറാപ്പി. അതിൽ കൊറോണ യോദ്ധ അവാർഡ് നേടിയ ഉൽപ്പന്നമാണ് നമ്മൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ മാഗ്നറ്റ് തെറാപ്പിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മാഗ്നറ്റ് തെറാപ്പിയുടെ പ്രത്യേകത പ്രകൃതി അടിസ്ഥാനമാക്കിയുള്ള ഒരു ചികിത്സയാണ് കാന്ത ചികിത്സ. അതാണ് കാന്ത ചികിത്സയുടെ ഒരു പ്രത്യേകത. നമ്മളെല്ലാം പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. എല്ലാ ജീവജാലങ്ങളും സസ്യലതാദികളും പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. അങ്ങനെയുള്ള പ്രകൃതിയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചികിത്സയാണ് കാന്ത ചികിത്സ. കാന്തശക്തി പ്രകൃതി ശക്തിയാണ്, പ്രപഞ്ച ശക്തിയാണ്. നമ്മളെ ഭൂമിയിലുള്ള പ്രകൃതി ശക്തി മാത്രമല്ല, ഒരു പ്രപഞ്ച ശക്തിയാണ് ഈ കാന്തശക്തി. അതാണ് മാഗ്നറ്റ് തെറാപ്പിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. യൂണിവേഴ്സൽ സയൻസിന്റെ ഭാഗമാണ് മാഗ്നറ്റ് തെറാപ്പി എന്നുള്ളത്. ഒരു യൂണിവേഴ്സൽ സയൻസിന്റെ ഭാഗമാണ് മാഗ്നറ്റ് തെറാപ്പി. അകത്തൊരു മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. അതല്ലേ നമ്മളെ ആധുനിക വൈദ്യന്മാരോട്, ഡോക്ടേഴ്സിനോട് നമ്മളിത് പറയുമ്പോൾ അവരിത് വിശ്വസിക്കാത്തതിന്റെ കാരണം അതല്ലേ. കാരണം ഏത് വൈദ്യശാസ്ത്രമാണെങ്കിലും, ആയുർവേദമാണെങ്കിലും അലോപ്പതി ആണെങ്കിലും സിദ്ധയാണെങ്കിലും യുനാനി ആണെങ്കിലും ഏത് ചികിത്സാ സമ്പ്രദായമാണെങ്കിലും അകത്തൊരു മരുന്നും കഴിക്കാതെ ഒരു രോഗത്തെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവർ പഠിച്ചിട്ടുള്ള വൈദ്യശാസ്ത്രത്തിന്റെ പ്രത്യേകത അകത്ത് എന്തെങ്കിലും മരുന്ന് കഴിക്കണം, ഓയിൽമെന്റ് പുരട്ടണം, ഇഞ്ചക്ഷൻ വേണം, ഓപ്പറേഷൻ വേണം. അങ്ങനെ മാത്രമേ ശരീരത്തിലുള്ള അസുഖങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ ഇവിടെ മാഗ്നറ്റ് തെറാപ്പിയുടെ പ്രത്യേകത ഇതൊന്നും വേണ്ട. ഇതൊന്നുമില്ലാതെ തന്നെ ഈ മാഗ്നറ്റിക് എനർജി കൊണ്ട് ശരീരത്തിൽ എന്തെല്ലാം ഡിസോർഡർ ഉണ്ടോ ആ ഡിസോർഡറിനെ ഓർഡറാക്കാൻ സാധിക്കുന്ന ഒരു യൂണിവേഴ്സൽ സയൻസിന്റെ ഭാഗമായ ചികിത്സാ സമ്പ്രദായമാണ് മാഗ്നറ്റ് തെറാപ്പി. മറ്റൊരു പ്രത്യേകത, ഇത് നാച്ചുറൽ പെയിൻ കില്ലറാണ്. നമ്മുടെ ശരീരത്തിന്റെ ഏതെല്ലാം ഭാഗത്തെല്ലാം എന്തെല്ലാം രീതിയിലുള്ള വേദനകളുണ്ടോ ആ വേദനകളെ കുറഞ്ഞ സമയം കൊണ്ട് നാച്ചുറലായ രീതിയിൽ ആ വേദനകളെ ഇല്ലാതാക്കാനുള്ള അപാരമായ ഒരു കഴിവ് മാഗ്നറ്റ് തെറാപ്പിക്ക് ഉണ്ട്. മാഗ്നറ്റ് തെറാപ്പിയുടെ മറ്റൊരു പ്രത്യേകത, ഏത് രീതിയിലാണ് മാഗ്നറ്റ് തെറാപ്പി നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. കാരണം കൂടുതൽ കാര്യങ്ങൾ ഞാൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞു പോകുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചില പ്രത്യേകതകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. രക്തത്തിൽ കാന്തശക്തിയുടെ പ്രവർത്തനം എല്ലാ അവയവ വ്യൂഹങ്ങളുടെയും തകരാറുകൾ ഇല്ലാതാക്കുന്നു. ഇതാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. 100 പേര് ഈ ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ 100 രീതിയിലുള്ള റിസൾട്ടാണ് പറയുന്നത്. ഉപയോഗിക്കുന്ന എല്ലാവർക്കും തന്നെ റിസൾട്ട് കിട്ടുന്നുണ്ട്. മാഗ്നറ്റ് തെറാപ്പിയുടെ ഭാഗമായ ഈ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? 6 അടി നീളം വരുന്ന 3 അടി വീതി വരുന്ന ഒരു മാട്രസ് ഉണ്ട്. അതിൽ 100ഓളം നിയോഡൈമ മെഡിക്കൽ മാഗ്നറ്റ് ഉണ്ട്. അത് നെഗറ്റീവ് പോസിറ്റീവ് ആണ്.
ശാസ്ത്രീയമായിട്ട് ആ മാട്രസിൽ പിടിപ്പിച്ചിട്ടുണ്ട്. പില്ലോ പാഡില് ഒരു 30ഓളം നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഉണ്ട്. ഇത് ബെഡിന്റെ മുകളിൽ വിരിക്കാവുന്ന ഒരു വിരിപ്പാണ്. അതിന്റെ മുകളിൽ ഒരു കോട്ടൺ തുണി വിരിച്ചിട്ട് നമ്മൾ അതിൽ കിടന്നുറങ്ങിയാൽ മതി. ഈസി ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അതും 25 വർഷം ലൈഫുള്ള ഒരു പ്രൊഡക്റ്റാണ്. 25 വർഷം തുടങ്ങി 40 വർഷം വരെ ലൈഫുള്ള ഒരു പ്രൊഡക്റ്റാണ്. നമ്മളത് സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ മതി, നനയാതിരുന്നാൽ മതി. വേറെ മറ്റൊരു പ്രശ്നമില്ല. ഈ മാഗ്നറ്റിക് എനർജി 40 വർഷം വരെ കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ ഒരുപാട് വർഷങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ തലമുറകൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളുടെയൊക്കെ വീട്ടിൽ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. പക്ഷെ നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു ഉൽപ്പന്നം ഇല്ല. വില കൂടിയ കാറുണ്ട്, വില കൂടിയ ഗൃഹോപകരണങ്ങളുണ്ട്, അങ്ങനെ എന്തെല്ലാം നമ്മൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷെ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഈ ആരോഗ്യം അനാരോഗ്യമായി മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ചികിത്സിക്കാനുള്ള സംവിധാനമില്ല. ഡോക്ടേഴ്സ് വ്യാജന്മാരാണ് അല്ലെ. നല്ലൊരു ശതമാനം ആരെ വിശ്വസിച്ചില്ല. ഒരു ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് കാണുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? മറ്റെല്ലായിടത്തും അങ്ങനെയുള്ള സംവിധാനമുണ്ട്. ഒരു കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആ കടയുടെ ലൈസൻസ് പ്രദർശിപ്പിക്കണം, അതിന്റെ ലേബർ ആക്ട് അനുസരിച്ചുള്ളത് പ്രദർശിപ്പിക്കണം എന്നുള്ള നിയമമുണ്ട്. പക്ഷെ ഒരു ഡോക്ടറിന്റെ ഡിഗ്രി പ്രദർശിപ്പിക്കാനുള്ള നിയമം നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ മാത്രമല്ലേ സാധിക്കുള്ളൂ. ഇനി മരുന്നാണെങ്കിൽ മരുന്നും വ്യാജനാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, നമ്മൾ കഴിക്കുന്ന മരുന്നെല്ലാം വ്യാജനാണ്. നമ്മൾ ജനിക്കുന്നത് ആസ്പത്രിയിലാണ്, ജീവിക്കുന്നത് ആസ്പത്രിയിലാണ്, മരിക്കുന്നത് ആസ്പത്രിയിലാണ്. മലയാളിയുടെ ജീവിതം ഇതാണ്. ജനിക്കുന്നത് ആസ്പത്രിയിൽ, ജീവിക്കുന്നത് ആസ്പത്രിയിൽ. ആർക്കെങ്കിലും ഒക്കെ അസുഖം വരും, മിക്കവാറും കുടുംബനാഥനാണെങ്കിലോ ആസ്പത്രിയിൽ തന്നെ. അപ്പൊ ജീവിക്കുന്നത് ആസ്പത്രിയിലാണ്, മരിക്കുന്നത് ആസ്പത്രിയിലാണ്. ഇതിനുള്ളതാണ് ഈ മനോഹരമായ മനുഷ്യ ജീവിതം. അപ്പൊ അതൊന്നുമില്ലാതെ ഒരു രോഗം വന്നാൽ നമ്മളെ കാര്യം കഷ്ടമാണ്. ഒരു രോഗത്തിൽ നിന്ന് ഒരുപാട് രോഗങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ രോഗം വരാതെ നോക്കുക. ഇവിടെ അകത്തൊന്നും കഴിക്കാതെ ഈസി ആയിട്ട് നമുക്ക് കിടന്നുറങ്ങിക്കൊണ്ട് നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കുന്ന, നിലവിലുള്ള ഡിസോർഡർ ഓർഡറാക്കാൻ സാധിക്കുന്ന ഒരു അത്ഭുതകരമായ ചികിത്സാ സമ്പ്രദായമാണ് മാഗ്നറ്റിക് തെറാപ്പി. അതാണ് മാഗ്നറ്റിക് തെറാപ്പിയുടെ പ്രത്യേകത. രക്തത്തിൽ കാന്തശക്തിയുടെ പ്രവർത്തനം എല്ലാ അവയവ വ്യൂഹങ്ങളുടെയും തകരാറുകൾ ഇല്ലാതാക്കുന്നു. ഇതാണ് ഇവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത്. 100 പേര് ഉപയോഗിച്ച് 100 രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നത്. രക്തത്തിൽ കാന്തശക്തിയുടെ പ്രവർത്തനം എല്ലാ അവയവ വ്യൂഹങ്ങളുടെയും തകരാറ്. കാരണം ബ്ലഡ് സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബ്ലഡ് സർക്കുലേഷൻ നടക്കുമ്പോൾ രക്തത്തിൽ നമ്മളുടെ ഒരു കാന്തശക്തിയുടെ പ്രവർത്തനം, രക്തത്തിൽ ഒരു മാഗ്നറ്റിക് പവർ ഉണ്ടാകുന്നു. ആ മാഗ്നറ്റിക് പവറുടെ പ്രവർത്തനം എല്ലാ കോശങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ കോശങ്ങളിലേക്ക് എത്തുമ്പോൾ ആ കോശങ്ങൾക്ക് ഒരു സെൽ വോൾട്ടേജ് ഉണ്ട്. ആ സെൽ വോൾട്ടേജിൽ വരുന്ന വ്യതിയാനമാണ് രോഗകാരണം, ഡിസോർഡർ. ഇത് ഞാൻ പറയുന്ന കാര്യമല്ല. 16-ാം നൂറ്റാണ്ടിൽ ലോകത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രശസ്തനായ ഫിഷഗോറിനാണ് പാരസെൽസ്, സ്വിറ്റ്സർലൻഡിലെ പാരസെൽസ്. അദ്ദേഹം ലോക പ്രശസ്തനായ ആ കാലഘട്ടത്തിലെ ഒരു MBBS അലോപ്പതിര ഫിഷഗോറിനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ഡോക്ടർമാരെ പോലെയല്ല. ഇന്നത്തെ ഡോക്ടർമാരുടെ പ്രത്യേകത, ഒരു രോഗി മുന്നിൽ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് രോഗനിർണയം നടത്തി, ഇനി ലാബറട്ടറി ടെസ്റ്റുകൾ നടത്തി, ഈശ്വര രോഗം മാറണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മരുന്ന് എഴുതി കൊടുക്കും. രണ്ടാമത് വരില്ല എന്നുള്ളൊരു പ്രാർത്ഥന കൂടി അവിടെ ഉണ്ടാവും. രണ്ടാമത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ മരുന്നുകളുടെ ഡോസ് ഒന്നും കൂടി കൂട്ടിക്കൊടുക്കും. അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ മരുന്നൊന്നും കൂടി എഴുതാനില്ല. ആ മരുന്നുകളുടെ ഡോസ് ഒന്നും കൂടി കൂട്ടിക്കൊടുക്കും. രോഗിക്ക് വിശ്വാസം വരാൻ വേണ്ടി ഒന്നുകൂടി ലാബറട്ടറി ടെസ്റ്റുകൾ നടത്തും, വീണ്ടും മരുന്ന് കൊടുക്കും. മൂന്നാമത് ആ രോഗി വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവിടെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ രോഗി ഇങ്ങാട് വരല്ലേ, വേറെ എവിടെയെങ്കിലും പോയിക്കോട്ടെ എന്നാണ് പറയുന്നത് ഡോക്ടർ പ്രാർത്ഥിക്കുന്നത്. ഇങ്ങാട് വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കുറിപ്പ് എഴുതി കൊടുക്കുന്നത്. പക്ഷെ ആ രോഗി മൂന്നാമത് ആ ഡോക്ടറുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടർ തലയൊക്കെ ഒന്ന് ചൊറുകിയിട്ട് നിസ്സഹായാണ് അദ്ദേഹം. കൊടുക്കാവുന്ന എല്ലാ മരുന്നുകളും കൊടുത്ത്, എല്ലാ മരുന്നും ഓവർഡോസ് കൊടുത്ത് ആ ഡോക്ടർക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇതാണ് ഡോക്ടേഴ്സിന്റെ അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള ഈ കാലഘട്ടത്തില് ഒരു രോഗം വന്നാലുള്ള ഒരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ രോഗം വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ സെൽ വോൾട്ടേജ് വേറെ ഒന്നും ചെയ്യണ്ട, വളരെ സിമ്പിളാണ്. മനുഷ്യ ശരീരത്തിൽ കോടാനുകോടി കോശങ്ങളുണ്ട്. ആ കോശങ്ങളുടെ സെൽ വോൾട്ടേജ് കറക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ മതി. അപ്പൊ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായ ഫിഷഗോറിനായ ഡോക്ടർ പാരസെൽസിന്റെ നിഗമനം, കാരണം അദ്ദേഹം അലോപ്പതി ഡോക്ടറായിരുന്ന ഒരു 60% രോഗികളുടെ രോഗം മാത്രമേ അലോപ്പതി മരുന്നുകൊണ്ട് മാറ്റാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. ബാക്കിയുള്ള 40% ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അദ്ദേഹം അനുഭവിച്ചിരുന്നത്. മൂന്നാമത് വരുമ്പോഴേക്കും തല ചൊറിയ വരും. അപ്പൊ അദ്ദേഹം
മറ്റ് ആൾട്ടർനേറ്റീവ് ചികിത്സാ സമ്പ്രദായങ്ങൾ അഭയം പ്രാപിച്ച് അദ്ദേഹം മഡ് തെറാപ്പി, ഹൈഡ്രോതെറാപ്പി, ഫുഡ് തെറാപ്പി, അങ്ങനെ അറിയാവുന്ന ചികിത്സാ സമ്പ്രദായങ്ങൾ, പ്രകൃതി ചികിത്സ, ഇതേപോലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളിലൂടെ ഏതാണ്ട് 80% ആളുകളുടെ രോഗം മാറി. അപ്പോഴും ബാക്കി 20%. അങ്ങനെയാണ് പുരാതന കാലം തുടങ്ങി ലോകത്ത് നിലവിലുള്ള ചികിത്സാ സമ്പ്രദായമായ മാഗ്നറ്റിക് തെറാപ്പി പരീക്ഷിക്കാനായിട്ട് തയ്യാറായത്. അത് ഏറ്റവും അവസാനമാണ് പരീക്ഷിക്കാൻ തയ്യാറായത്. കാരണം അകത്തൊരു മരുന്നും കഴിക്കാതെ മാഗ്നറ്റിക് തെറാപ്പി ഉണ്ട് 100% രോഗം മാറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം മാഗ്നറ്റിക് തെറാപ്പിനെ ഏറ്റവും അവസാനം പരീക്ഷിക്കാൻ തയ്യാറായത്. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, 100% റിസൾട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അത് അദ്ദേഹത്തിനെ അത്ഭുതപ്പെടുത്തി. എന്തുകൊണ്ടും മാഗ്നറ്റിക് തെറാപ്പി 100% ജനങ്ങളിൽ അത്ഭുതകരമായ റിസൾട്ട് കിട്ടുന്നു എന്നുള്ളൊരു ഗവേഷണമായി പിന്നീട് ആ ഗവേഷണത്തിനൊടുവിലാണ് മനുഷ്യ ശരീരത്തിൽ കോടാനുകോടി കോശങ്ങളുണ്ട്. ഈ കോശങ്ങൾക്കെല്ലാം നല്ലൊരു സെൽ വോൾട്ടേജ് ഉണ്ട്. ആ സെൽ വോൾട്ടേജ് -25 ആണ്. ആ സെൽ വോൾട്ടേജിൽ വരുന്ന വ്യതിയാനമാണ് ശരീരത്തിന് ഡിസോർഡർ എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അപ്പൊ മാഗ്നറ്റിക് തെറാപ്പി, മാഗ്നറ്റിക് എനർജി ഒരു മനുഷ്യ ശരീരത്തിലെ സെൽ വോൾട്ടേജ് കറക്റ്റ് ചെയ്യാൻ സാധിക്കുമ്പോൾ ആ മനുഷ്യന്റെ ശരീരത്തിലുള്ള ഡിസോർഡർ ഓർഡർ ആക്കാൻ സാധിക്കും. ഇതാണ് മാഗ്നറ്റിക് തെറാപ്പി ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ് കാര്യം, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇത് ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കുന്നുണ്ട്, കൂടുതൽ ഓക്സിജൻ നമുക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ രാധാകൃഷ്ണൻ സാറ് പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറഞ്ഞത് 99.9% രോഗങ്ങൾ വരുന്നതിന്റെ കാരണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ അല്ല. നമ്മളെ കോടാനുകോടി കോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മനുഷ്യ ശരീരത്തിൽ ഡിസോർഡർ വരുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത് ഞാൻ പറയുന്ന കാര്യമല്ല, ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന കാര്യം. അപ്പൊ ലോകാരോഗ്യ സംഘടന പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിൽ ഡിസോർഡർ ഉണ്ടാകുന്നതിന്റെ കാരണം ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ അല്ലാത്തത് കൊണ്ടും കൂടുതൽ ഓക്സിജൻ നമുക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഡിസോർഡർ ഉണ്ടാകുന്നത്. ഇതാണ് ഡിസോർഡറിന്റെ കാരണം. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന കാരണമാണ്. എന്നിട്ട് പ്രൊഫസർ രാധാകൃഷ്ണൻ സാർ പറയുന്നത്, നിർഭാഗ്യവശാൽ ഈ രണ്ട് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒരു വൈദ്യശാസ്ത്രത്തിലും ഇന്ന് വരെ മരുന്ന് കണ്ടെത്തിയിട്ടില്ല. പിന്നെന്താ ചെയ്യുന്നത്? ആളുകൾക്ക് രോഗം വന്നാൽ നരയിക്കാണ്ട് വേറെ വല്ലത് വൃത്തിയിട്ട. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, എന്നാൽ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഈ രണ്ട് പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്. ഏത് രണ്ട് പ്രശ്നങ്ങളെയും? മനുഷ്യ ശരീരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കാനും മനുഷ്യ ശരീരത്തിലെ കോടാനുകോടി കോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ ആഗിരണം ചെയ്യാനും മനുഷ്യരെ സഹായിക്കാനായിട്ട്, ശരീരത്തിനെ സഹായിക്കാനായിട്ട് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾക്ക് സാധിക്കും. പോരെ? മനുഷ്യരാശിയുടെ പ്രശ്നത്തിന് പരിഹാരമായില്ലേ? ഇതുകൊണ്ടാണ് 100% റിസൾട്ട് കിട്ടുന്നതിന്റെ കാരണം ഇതാണ്. പിന്നെ എന്തൊക്കെയാണ് ഈ മാഗ്നറ്റിക് തെറാപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നത്? സൂക്ഷ്മ കോശങ്ങൾ നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് വാർദ്ധക്യം വരുന്നത്? മനുഷ്യൻ എങ്ങനെയാണ് ജരാതരകൾ വരുന്നത്, വാർദ്ധക്യം വരുന്നത്? കാരണം കൂടുതൽ കോശങ്ങൾ നശിക്കുകയും കുറച്ച് കോശങ്ങൾ പുനർജനിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് വാർദ്ധക്യം വരുന്നത്. അതാണ് വാർദ്ധക്യം വരുന്നതിന്റെ ഏക കാരണം. അതാണ്. ഇപ്പൊ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 18 വയസ്സ് വരെയുള്ള പ്രായം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കോശങ്ങൾ നശിക്കുന്നില്ല, കൂടുതൽ കോശങ്ങൾ പുനർജനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കുട്ടി വളർന്നു ആ യൗവനത്തിലേക്ക് എത്തുന്നത്, നല്ല ആരോഗ്യത്തിലേക്ക് എത്തുന്നത്. ഒരു 30-35 വയസ്സ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പുതിയ കോശങ്ങൾ പുനർജനിക്കുന്നില്ല, ഉള്ള കോശങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ജരാനരകൾ വരും, അങ്ങനെ ആളുകൾ മരിച്ചു പോകും. പക്ഷെ മാഗ്നറ്റിക് തെറാപ്പി ചെയ്യുന്നത് ശരീരത്തിലെ സൂക്ഷ്മ കോശങ്ങളെ കൂടുതൽ നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ സൂക്ഷ്മ കോശങ്ങളെ, കൂടുതൽ കോശങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമ്പോൾ കുറവ് കോശങ്ങൾ നശിച്ചു പോകുമ്പോൾ യൗവനം നിലനിൽക്കുന്നു, ആന്റി ഏജിങ് പ്രോസസ്സിലേക്ക് വരുന്നു. അതാണ് മാഗ്നറ്റിക്കിന്റെ ഉൽപ്പന്നങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന മെമ്പേഴ്സ്. ഇപ്പൊ നമ്മളുടെ ബെന്നി സാറിന് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഡാനി സാറിന് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും മനോജ് സാറിന് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അവരെ യൗവനം തിരിച്ചു വരുന്നത് കാണുന്നില്ലേ? പണ്ട് കണ്ട ആളുകളല്ല ഇപ്പൊ അവരൊക്കെ, ബെന്നി സാറും മനോജ് സാറും ഡാനി സാറൊക്കെ. അതിന്റെ കാരണം ഈ ഉൽപ്പന്നം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഒരു ആന്റി ഏജിങ് പ്രോസസ്സിങ് ഉണ്ടാകുന്നത്. അതിന്റെ ശാസ്ത്രീയമായ കാരണങ്ങൾ സൂക്ഷ്മ കോശങ്ങൾ നിർമ്മിക്കാനായിട്ട് മാഗ്നറ്റിക് എനർജിക്ക് സാധിക്കുന്നു. പിന്നെ കാന്തശക്തി ഇരുമ്പിലും പ്രാണവായുവിലും പ്രവർത്തിക്കുന്നു. നമുക്ക് വിചാരിക്കുന്നത് കാന്തത്തിന് ഇരുമ്പിനെ ആകർഷിക്കാൻ മാത്രമുള്ള ഒരു കഴിവുണ്ടെന്നല്ല വിചാരിക്കാൻ മതി. അത് തെറ്റാണ്.
ഇരുമ്പിനെ മാത്രമല്ല പ്രാണവായുവിനെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. അതാണ് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എങ്കിൽ വേണ്ട 2 മാഗ്നറ്റ് ഇതുപോലെ ബട്ടൺസ് ഇതേപോലെ ഉടുപ്പിൽ എവിടെയെങ്കിലും ഒട്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിന്റെ കോടാനുകോടി കോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ ആഗിരണം ചെയ്യാനുള്ള കഴിവ്, ഓക്സിജൻ ആകർഷിക്കാനുള്ള കഴിവുണ്ട്, ഓക്സിജൻ ആഗിരണം ചെയ്യാനുള്ള കഴിവ്. ഇരുമ്പിനെ മാത്രമല്ല ആകർഷിക്കാനുള്ള കഴിവ്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ റിച്ച് ആകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എനർജി ലെവൽ കൂടുന്നത്. എങ്ങനെയാണ് എനർജി ലെവൽ കൂടുന്നത്? നമ്മൾ കഴിക്കുന്ന ആഹാരം, അത് ഇപ്പൊ മെയിനായിട്ട് നമ്മൾ കഴിക്കുന്നത് ചോറ്, അതുപോലെ ചപ്പാത്തി ഒക്കെയല്ല. ഇതിൽ കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതലുള്ളത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരം കാർബോഹൈഡ്രേറ്റ് ആണ്. ആ കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നത്, ഗ്ലൂക്കോസ് കോശങ്ങളിൽ എത്തുന്നത്. ഈ ഗ്ലൂക്കോസ് കോശങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് എനർജി ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ വേണം. അപ്പൊ നമുക്കിവിടെ ഡയബറ്റീസിന്റെ രോഗികളുടെ എണ്ണം കൂടുന്നതിന്റെ കാരണം എന്താണ്? മലയാളി യോഗയും ചെയ്യില്ല, എക്സർസൈസും ചെയ്യില്ല, ജോലിയും ചെയ്യില്ല. ഇതൊക്കെ ചെയ്താലല്ലേ കൂടുതൽ ഓക്സിജൻ നമുക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ കോശങ്ങളിലെത്തിയ ഷുഗർ എനർജി ആയിട്ട് മാറും. എനർജി ആണെങ്കിൽ കോശങ്ങളിൽ ആ ഷുഗറിൽ എനർജി ആയിട്ട് മാറണമെങ്കിൽ ഓക്സിജൻ വേണം. ഈ വിറക് അടപ്പിൽ നമ്മൾ നിറയെ വിറക് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കത്തൂരല്ല. അതിൽ കുറെ വിറകെടുത്ത് മാറ്റി കഴിഞ്ഞാൽ മാത്രമേ നന്നായിട്ട് കത്തുള്ളൂ. അവിടെ ഓക്സിജൻ കിട്ടി കഴിയുമ്പോഴാണ് അത് കത്തുന്നത്. അപ്പൊ ഈ കോശങ്ങളിലുള്ള ഈ ഷുഗർ നേരെ ബ്ലഡ് ഷുഗർ ആയിട്ട് മാറും, നേരെ ബ്ലഡിലേക്ക് വരും. അതാണ് ബ്ലഡ് ഷുഗർ കൂടുന്നതിന്റെ കാരണം. അതാണ് ഇവിടെ നമ്മളെ മാഗ്നറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, മാഗ്നറ്റ് തെറാപ്പിയുടെ ഭാഗമായ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, മിനിമം ഒരു റിസ്റ്റ് ബാൻഡ് ആയാലും മതി, അല്ലെങ്കിൽ 2 മാഗ്നറ്റ് ഇതുപോലെ ഒട്ടിച്ചു വെച്ചാലും മതി. അപ്പൊ നമുക്ക് കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ പറ്റും. കോശങ്ങളിലുള്ള ഷുഗർ അത് എനർജി ആയിട്ട് മാറും. അപ്പൊ ഷുഗറിന്റെ എണ്ണം കുറയും, എനർജി ലെവൽ കൂടുകയും ചെയ്യും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതിന് കാരണം നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന് ഓക്സിജനെ കൂടുതൽ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ കാന്തശക്തി ശ്വസന വ്യവസ്ഥയെ ആരോഗ്യമുള്ളതാക്കി മാറ്റുന്നുണ്ട്. പറഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷമുള്ള 99.9% പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. എന്താണ് കൊറോണയ്ക്ക് ശേഷമുള്ള പ്രശ്നം? കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ കൊറോണ വൈറസ് നമ്മളുടെ ശരീരത്തിലെ ശ്വാസകോശത്തെയാണ് ബാധിച്ചത്. അവൻ വേറെ ഒന്നും അറ്റാക്ക് ചെയ്തില്ല. അവനെ അറ്റാക്ക് ചെയ്തത് ഈ ശ്വാസകോശത്തെ അറ്റാക്ക് ചെയ്തത്. അപ്പൊ ശ്വാസകോശം ചുരുങ്ങിപ്പോയി. നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെയാണ് ആളുകൾ പിടഞ്ഞു മരിച്ചത്. അതിനെ ലോകത്തിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ചികിത്സ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ മാസ്ക് കൊടുക്കുക എന്നുള്ളതാണ്, ഓക്സിജൻ സിലിണ്ടർ കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു ചികിത്സ മാത്രം ഉണ്ടായിരുന്നത്. പക്ഷെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച മെമ്പേഴ്സ് ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായമില്ലാതെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് ആരോഗ്യം വീണ്ടെടുത്തു. കാരണം അവർ കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിച്ചു. അപ്പൊ കൊറോണയ്ക്ക് ശേഷമുള്ള ഈ ലോകത്തിന്റെ ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളുടെയും ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ ആ പ്രശ്നത്തിന് പരിഹാരമാണ് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ എന്തെങ്കിലും ഒരു ഉൽപ്പന്നം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിലുള്ള കോടാനുകോടി കോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കാന്തപ്രവാഹം, നമ്മുടെ ശരീരത്തിൽ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ എന്തെങ്കിലും ഒരു ഉൽപ്പന്നം ഉണ്ട് എങ്കിൽ കാന്തപ്രവാഹം ശരീരത്തിലെ ആശ്വാസപ്രദമായ ചെറു ചൂടിനെ ഉണ്ടാക്കുകയും ഇത് സൂക്ഷ്മകോശങ്ങളുടെ പ്രവർത്തനത്തിന് സഹായകരമായിട്ട് മാറുകയും ചെയ്യും. ചില ആൾക്കാർ പറയില്ലേ, ഞാൻ ഈ മാട്രസ് കിടന്നിട്ട് ചൂടുണ്ട്, ഞാൻ അതെല്ലാം മാറ്റി വെക്കേണ്ടി. ആ ചൂടാണ് നമുക്ക് വേണ്ടത്. ആ ചൂടാണ് ഇതിന്റെ സയൻസ്. അപ്പൊ ഈ ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ ഈ കാന്തപ്രവാഹം ശരീരത്തിൽ ആശ്വാസപ്രദമായ ചെറു ചൂടിനെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ നീരൊക്കെ ഉള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? കാർന്നമാനം എന്ത് ചെയ്യുന്നത്? ഉപ്പ് ചൂടാക്കി അവിടെ കിഴിവെക്കും, അല്ലെങ്കിൽ മണ്ണ് ചൂടാക്കി അവിടെ കിഴിവെക്കും, അല്ലെങ്കിൽ മരുന്നുകൾ ഉപയോഗിച്ച് അവിടെ മരുന്ന് കിഴിവെക്കും. എന്ത് ചെയ്യണം? എന്തിനാണ്? ആ ചെറു ചൂട് ചെല്ലുമ്പോൾ അവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ മൊത്തമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം. നമ്മുടെ ശരീരത്തിലെ മുടി തുടങ്ങി നഖം വരെയുള്ള കോടാനുകോടി കോശങ്ങളുടെ പ്രശ്നം പരിഹരിക്കണം. ആ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കുന്നത്? കാന്തപ്രവാഹം ശരീരത്തിൽ ആശ്വാസപ്രദമായ ചെറു ചൂടിനെ ഉണ്ടാക്കുന്നത് ഇത് സൂക്ഷ്മകോശങ്ങളുടെ പ്രവർത്തനത്തിന് സഹായകരമായിട്ട് മാറുന്നു. സൂക്ഷ്മകോശങ്ങളുടെ പ്രവർത്തനത്തിന് സഹായകരമായിട്ട് മാറുന്നു. ഇത് കാന്തമല്ല ചികിത്സിക്കുന്നത്. ഈ മാഗ്നറ്റ് നമ്മളെ ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനത്തെ സഹായിക്കുന്നു. ശരീരമാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് സഹായിക്കുകയാണ് മാഗ്നറ്റിക് എനർജി ചെയ്യുന്നത്. പിന്നെന്താ ചെയ്യുന്നത്? ഈ മാഗ്നറ്റിക് പവർ പിന്നെന്തൊക്കെ ചെയ്യുന്നുണ്ട്? മാഗ്നറ്റിക് പവർ പീനൽ ഗ്ലാൻഡില് മെലോട്രോൺ എന്ന് പറഞ്ഞ ഹോർമോൺസ് ഉത്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഗാഠമായ ഉറക്കം കിട്ടുമെന്ന് പറയുന്നില്ലേ? ഈ ഗാഠമായ ഉറക്കം കിട്ടുന്നത് തലച്ചോറിന്റെ ജോലി എന്താണ്? വേണ്ട ഹോർമോൺസ് ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ്. തലച്ചോറിന്റെ പ്രധാന ജോലി അതാണ്.
ആവശ്യമുള്ള സമയത്ത് സന്തോഷം വരുമ്പോൾ ഹാപ്പി ഹോർമോൺസ് ഉത്പാദിപ്പിക്കണം, സങ്കടം വരുമ്പോൾ ദുഃഖകരമായ ഹോർമോൺസ് ഉത്പാദിപ്പിക്കണം, നമുക്ക് വിശപ്പ് തോന്നുമ്പോൾ വിശപ്പിന് വേണ്ട ഹോർമോൺസ് ഉത്പാദിപ്പിക്കണം, നമുക്ക് സെക്സിനോട് താല്പര്യം തോന്നുമ്പോൾ സെക്സിന് വേണ്ട ഹോർമോൺസ് ഉത്പാദിപ്പിക്കണം. അപ്പൊ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ തലച്ചോറിന്റെ ഹോർമോൺസ് ആണ്. അപ്പൊ ഉറങ്ങണമെങ്കിൽ എന്ത് വേണം? ഉറങ്ങണമെങ്കിൽ ഹോർമോൺസ് വേണം. അപ്പൊ ഇതിൽ കിടന്നാലേ നമുക്ക് നല്ല ഗാഠമായ ഉറക്കം കിട്ടുന്നതിന്റെ കാരണം എന്താണ്? ഇതിൽ കിടന്നു കഴിയുമ്പോൾ ഈ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഏതാണ്ട് 130 നെഗറ്റീവ് പോസിറ്റീവ് ആയ മാഗ്നറ്റിലാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. ഈ മാഗ്നറ്റിന്റെ ഉൽപ്പന്നത്തിലാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. അപ്പൊ മാഗ്നറ്റ് എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിലുള്ള കോടാനുകോടി കോശങ്ങളിലേക്ക് നെഗറ്റീവ് പോസിറ്റീവ് ആയ മാഗ്നറ്റിക് എനർജി കൊടുക്കും. കോശങ്ങൾക്ക് വേണ്ടത് എന്താണ്? കോശങ്ങൾക്ക് ആദ്യം വേണ്ടത് മാഗ്നറ്റിക് എനർജിയാണ്. അതിൽ ഈശ്വരൻ നമ്മൾ അങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ മാഗ്നറ്റിക് എനർജി അവിടെ കിട്ടുന്നത് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഇല്ലാതെ തന്നെ മാഗ്നറ്റിക് എനർജി നമുക്ക് കിട്ടുമായിരുന്നു. എങ്ങനെ കിട്ടുമായിരുന്നു? ഭൂമിക്ക് മാഗ്നറ്റ് പവർ ഉണ്ട്. അതുകൊണ്ടല്ലേ ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ മാത്രം ജീവജാലങ്ങളുള്ളതിന്റെ കാരണം അതല്ലേ? ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ മാത്രം സൗരയൂഥം കടന്നു പോയി, എന്നിട്ട് മനുഷ്യന്റെ പോലും ജീവന്റെ തുടിപ്പ് പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എവിടെയോ ഉണ്ട് ജീവൻ. ഒരു ഗ്രഹത്തില് ജീവൻ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രാണവായു ഉണ്ടായിട്ടും ജലം ഉണ്ടായിട്ടും കാര്യമില്ല. ഇതെല്ലാം പല ഗ്രഹങ്ങളിലും ഉണ്ട്. അവിടെ ഇല്ലാത്തത് മാഗ്നറ്റിക് എനർജിയാണ്. ഭൂമിയിലുള്ളത് മാഗ്നറ്റിക് എനർജിയാണ്. ഭൂമി ഒരു കാന്തമാണ്. ഭൂമിക്ക് നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്. ഭൂമിക്ക് മാഗ്നറ്റിക് എനർജി ഉണ്ട്. ആ മാഗ്നറ്റിക് എനർജിയാണ് ഭൂമിയിലുള്ള കോടാനുകോടി ജീവജാലങ്ങളുടെ ഊർജ സ്രോതസ്. അത് മനുഷ്യൻ മാഗ്നറ്റിക് എനർജി എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഭൂമിക്ക് മാഗ്നറ്റിക് എനർജി ഉണ്ട്. നമ്മളെ ചാർജർ എന്ന് പറഞ്ഞ കാൽപാദമാണ്. നമ്മൾ നഗ്നപാതരായിട്ട് മണ്ണിലും പുല്ലിലും ചെള്ളിലും ചവിട്ടി നടക്കുമ്പോൾ നമ്മളെ ചാർജറായ കാൽപാദത്തിലുള്ള ആ സൂക്ഷ്മ ചാർജർ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ മാഗ്നറ്റിക് പവർ ചാർജ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളെ എനർജി സ്രോതസ്. ആ മാഗ്നറ്റിക് എനർജിയാണ് നമ്മളെ കോടാനുകോടി കോശങ്ങളുടെ എനർജി. കോശങ്ങൾ പ്രവർത്തിക്കാനുള്ള സെൽ വോൾട്ടേജ് കറക്റ്റ് ചെയ്യുന്നത് ഈ നഗ്നപാതരായിട്ട് മണ്ണിലും പുല്ലിലും ചെള്ളിലും ചവിട്ടി നടക്കുമ്പോഴാണ്. പക്ഷെ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ചവിട്ടി നടക്കാൻ മണ്ണില്ല, നമ്മൾ മണ്ണിൽ ചവിട്ടാറില്ല. അതുകൊണ്ട് നമ്മളെ കോശങ്ങൾക്ക് ആവശ്യമായ മാഗ്നറ്റിക് എനർജി കിട്ടാറില്ല. ആ മാഗ്നറ്റിക് എനർജി ആണ് നമ്മുടെ ശരീരത്തിൽ ഒരു ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ആകുന്നത്. ആ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ആണ് നമ്മളെ തലച്ചോറിനെയും നമ്മളെ ഹൃദയത്തിനെയും മറ്റു ഓർഗൻ പാർട്സിനെയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. തലച്ചോറിന് പ്രവർത്തിക്കാനായിട്ട് 25 വാട്ട്സ് കറണ്ട് വേണം എന്നാണ് ആധുനിക സയൻസ് പറയുന്നത്. 25 വാട്ട്സ് കറണ്ടാണ് തലച്ചോറിന് വേണ്ടത്. അതുപോലെ ഹൃദയത്തിന് കറണ്ട് വേണം, ഏറ്റവും കൂടുതൽ കറണ്ട് വേണം. കാരണം ഒരു ദിവസം 1,00,000 തവണ നമ്മൾ ഹൃദയം പിടിക്കുന്നുണ്ട്. ഒരു ദിവസം ഏതാണ്ട് 7,500 ലിറ്റർ ബ്ലഡിന് മേലെ ഹൃദയം പമ്പ് ചെയ്യുന്നുണ്ട്. ഹൃദയത്തിന് ആകെ മുഷ്ടിയുടെ അത്ര മാത്രം വലിപ്പമുള്ളു. ഹൃദയത്തിന് 250 ഗ്രാം മാത്രം ഭാരമുള്ളു. ഈ ഹൃദയം അമ്മയുടെ ഉദരത്തിൽ വെച്ച് പ്രവർത്തനം ആരംഭിക്കുകയാണ്. മരണം വരെ ഈ ഹൃദയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ഒരു മിനിറ്റ് പോലും റെസ്റ്റ് പാടില്ല. അപ്പൊ ഹൃദയം ആ രീതിയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിലെ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ കറക്റ്റ് ആയിരിക്കണം. എവിടെ നിന്നാണ് ഈ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ കിട്ടുന്നത്? നമ്മളുടെ കോശങ്ങളിൽ മാഗ്നറ്റിക് പവർ കിട്ടുന്നത് സെൽ വോൾട്ടേജ് കറക്റ്റ് ആകുന്നത്. ആ സെൽ വോൾട്ടേജ് നമ്മുടെ ശരീരത്തിൽ ഒരു ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ കറക്റ്റ് ചെയ്യുന്നത്. നമ്മളെ തലച്ചോറിന് 25 വാട്ട്സ് കറണ്ട് കിട്ടുന്നത്. തലച്ചോറിന്റെ പ്രവർത്തനം സുഗമമാകുന്നത്. നമ്മളുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം സുഗമമാകുന്നത്. ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആകുന്നത്. ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കോശങ്ങൾക്കും ആവശ്യമായ പ്രാണവായു, ജീവജലം, പോഷകാഹാരം ഇത് മൂന്നും എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് ബ്ലഡ് സർക്കുലേഷനുള്ളത്. അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകുമ്പോൾ എല്ലാ കോശങ്ങളിലേക്കും ബ്ലഡ് എത്തുന്നത്. കോശങ്ങൾക്ക് ആവശ്യമായ പ്രാണവായു, ജീവജലം, പോഷകാഹാരം ഇത് മൂന്നും കിട്ടുന്നത്. ഇത് മൂന്നും നമ്മളെ കോശങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ മാഗ്നറ്റിക് എനർജി കിട്ടണം. നമ്മളെ കോശങ്ങൾക്ക് 4 കാര്യമാണ് വേണ്ടത്. അതിൽ ആദ്യം വേണ്ടത് മാഗ്നറ്റിക് എനർജിയാണ്. ഈ മാഗ്നറ്റിക് എനർജി കിട്ടിയാൽ മാത്രമേ ശരീരം നല്ല രീതിയിൽ പ്രവർത്തിക്കുള്ളൂ. അപ്പൊ നമ്മള് ഈ 130ഓളം നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിനുള്ള മാട്രസിൽ കിടന്നുറങ്ങുമ്പോൾ നമ്മളെ കോശങ്ങൾക്ക് ആവശ്യമായ മാഗ്നറ്റിക് എനർജി കിട്ടുന്നത്. നമ്മുടെ ശരീരത്തിലെ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ കറക്റ്റ് ആകുന്നത്. തലച്ചോറ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഹൃദയം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. പ്രാണവായു കൂടുതൽ നമുക്ക് ആഗീരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കോശങ്ങൾക്ക് ആവശ്യമായ പ്രാണവായു കിട്ടുന്നുണ്ട്. തലച്ചോറിന്റെ പ്രവർത്തനം നല്ല രീതിയിലാവുമ്പോൾ തലച്ചോറ് ഉറങ്ങാൻ വേണ്ട ഹോർമോൺസ് പുറപ്പെടുവിക്കും. നമുക്ക് ഗാഠമായ ഉറക്കം കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഗാഠമായ ഉറക്കം കിട്ടുന്നുണ്ട്. എന്തിനാണ് നമ്മൾ ഉറങ്ങുന്നത്? ഞാൻ എല്ലാ മീറ്റിങ്ങിലും ചോദിക്കാറുണ്ട്, എല്ലാ ഹോം മീറ്റിങ്ങിലും ചോദിക്കാറുണ്ട്, എന്തിനാണ് നിങ്ങൾ ഉറങ്ങുന്നത്? എന്തിനാണ് നമ്മൾ ഉറങ്ങുന്നത്? അതെന്റെ അപ്പൂപ്പന്മാരായിട്ട് ഉറങ്ങുന്നുണ്ട്, അതുകൊണ്ട് ഞാനും കിടന്ന് ഉറങ്ങുന്നത്. ഇതാണ് പലരും പറയുന്നത്. എന്തിനാ ഉറങ്ങുന്നത്? ഭർത്തമാർ ഉറങ്ങിയിട്ടുണ്ട്, അപ്പൂപ്പൻ ഉറങ്ങിയിട്ടുണ്ട്, അച്ഛൻ ഉറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും കിടന്ന് ഉറങ്ങുന്നു.
പിന്നെ പലരും ക്ഷീണം ഒരുപാട് കടന്നു പോകും, അതിനാ ഉറങ്ങുന്നത്. അപ്പൊ എന്തിനാണ് ഉറങ്ങണേന്ന് പോലും നമുക്ക് അറിയാൻ പാടില്ല. എന്തിനാണ് നമ്മൾ ഉറങ്ങുന്നത്? ഉറങ്ങുന്നത് നമ്മളെ ശരീരത്തിൽ റിപ്പയർ ചെയ്ത് നടക്കാൻ വേണ്ടി. പ്രാണൻ നമ്മളെ ശരീരത്തിൽ റിപ്പയർ ചെയ്ത് നടക്കണം എന്ന് പറഞ്ഞാൽ സ്വയം റിപ്പയർ ചെയ്യാൻ കഴിവുള്ള ഒരു യന്ത്രമാണ് മനുഷ്യ ശരീരം. ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ യന്ത്രമാണ് മനുഷ്യ ശരീരം. റഷ്യൻ ശാസ്ത്രജ്ഞൻ SRS പറയുന്നത് ഇന്ന് വരെ ലോകത്തിന് സങ്കല്പിക്കാൻ സാധിക്കാത്ത സങ്കീർണമായ ഒരു യന്ത്രമാണ് മനുഷ്യ ശരീരം. ആ മനുഷ്യ ശരീരത്തിന് സ്വയം റിപ്പയർ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഒരു ഡോക്ടറെ അടുത്തും പോകണ്ട, അത് ശരീരം തന്നെ ചെയ്യും. ഈശ്വരൻ അങ്ങനെയാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. സ്വയം റിപ്പയർ ചെയ്യാനായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോകണ്ട. പക്ഷെ അത് റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗാഠമായ ഉറക്കം വേണം. ആ ഗാഠമായ നമ്മൾ ഉറക്കി എടുത്തിട്ട്, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു മുട്ട കഴിച്ച്, മുട്ടയും പൂട്ടും കഴിച്ച്. പുട്ടില് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, മുട്ടയില് എന്തുണ്ട്, പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, അതിൽ മഞ്ഞക്കരുവില് കൊളസ്ട്രോൾ ഉണ്ട്. ഇതെല്ലാം കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് രാത്രി ഉറങ്ങുന്ന സമയത്തുണ്ടല്ല, ഈ പ്രോട്ടീൻ എടുത്തിട്ട് ഈ കാർബോഹൈഡ്രേറ്റ് അതുപോലെ പ്രോട്ടീൻ എടുത്തിട്ട് നിങ്ങളുടെ കോശങ്ങൾക്ക് കൊടുക്കും. കൊളസ്ട്രോൾ എടുത്തിട്ട് എന്ത് ചെയ്യും, മുട്ടയിലുള്ള കൊളസ്ട്രോൾ എടുത്തിട്ട് നിങ്ങളുടെ ഹൃദയത്തിനും തലച്ചോറിനും കൊടുക്കും. വൈറ്റമിൻസ് അത് ഓരോരോ അവയവങ്ങൾക്ക് കൊടുക്കും. അങ്ങനെ നിങ്ങളുടെ ശരീരം റിപ്പയർ ചെയ്യും. ഇതൊക്കെയാണ് ശരീരം റിപ്പയർ ചെയ്യാനുള്ളത്. ഈ പകൽ കഴിച്ച സാധനങ്ങളാണ് രാത്രി റിപ്പയറിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പൊ ഗാഠമായ ഉറക്കം വേണം. അത് സ്പാൻഡറും ഇതൊക്കെ ടൂൾസ് എന്ന് പറഞ്ഞാൽ അതാണ്. അതിനുവേണ്ടി നമ്മൾ കിടന്ന് ഉറങ്ങണത്. അപ്പൊ ഗാഠമായ ഉറക്കം കിട്ടണം. ഈ മാട്രസിൽ കിടന്നാലുള്ള ഗുണം എന്താണ്? ഗാഠമായ ഉറക്കം കിട്ടുന്നുണ്ട്, ശരീരം സ്വയം കൃത്യമായിട്ട് റിപ്പയർ ചെയ്യുന്നുണ്ട്, രാവിലെ ഉണർന്നിരിക്കുമ്പോൾ ആരോഗ്യത്തോട് ഉണർന്നിരിക്കാൻ സാധിക്കുന്നുണ്ട്, പുതിയ കോശങ്ങൾ പുനർജനിക്കുമ്പോൾ ആരോഗ്യമുള്ള കോശങ്ങൾ പുനർജനിക്കും. അങ്ങനെ വരുമ്പോഴാ ഡിസോർഡർ ആയിട്ട് മാറും. ഇതൊരു മരുന്നല്ല, ശരീരം തന്നെ സ്വയം ചെയ്യുന്നുണ്ട്. ശരീരം സ്വയം ചെയ്യുന്നുണ്ട്. അപ്പൊ ചില ആൾക്കാർ പറയും, സാറേ ഞാനിത് ഉപയോഗിച്ചിട്ട് ഒരു ഗുണവും കിട്ടിയില്ല, സാധനം തിരിച്ചുള്ള പറയും. ഞാനിത് ഉപയോഗിച്ച് എനിക്ക് ഒരു ഗുണവും കിട്ടിയില്ല. അവര് പറയുന്നത് ശരിയാണ്, അവർക്ക് ഒരു ഗുണവും കിട്ടിയില്ല. എന്താണ് അവർക്ക് ഗുണം കിട്ടാത്തതിന്റെ കാരണം? അവർക്ക് ഉറക്കം ശരിയായിട്ട് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? അപ്പൊ നമ്മളെ മാട്രസിൽ കിടന്നാൽ ഉറക്കം ശരിയായിട്ട് കിട്ടണ്ടേ? ശരിയാണ്, നമ്മളെ മാട്രസിൽ കിടന്നാൽ ഉറക്കം ശരിയായിട്ട് കിട്ടണം. പക്ഷെ ശരീരശാസ്ത്രം അനുസരിച്ച് നമ്മളുടെ ആമാശയത്തിൽ ആഹാരമില്ലെങ്കിൽ മാത്രമേ നമ്മളെ ശരീരത്തിനെ മെയിൻ്റെനൻസ് ചെയ്യാനായിട്ട് ശരീരത്തിന് സാധിക്കൂ. രാത്രി 9 മണിക്ക് വയറ് നിറയെ ആഹാരം കഴിച്ചുകൊണ്ട് നമ്മൾ കിടന്നാല് തലച്ചോറ് പറയും വയറ്റുള്ള ആഹാരത്തിൽ അങ്ങോട്ട് ദഹിപ്പിച്ചോട്ടാൻ തുടങ്ങി. കാരണം 3 മണിക്കൂർ ആമാശയത്തിൽ ആഹാരം ദഹിക്കാതെ കിടന്നാല് അത് വിഷമായിട്ട് മാറും, നമ്മൾ മരിച്ചു പോകും. നമ്മൾ കഴിച്ച ആഹാരം ഉണ്ടല്ല, അത് വിഷമായി, നമ്മൾ മരിച്ചു പോകും. അപ്പൊ നമ്മൾ മരിക്കാതിരിക്കാൻ, നമ്മൾ കഴിച്ച ആഹാരം വിഷമാകാതിരിക്കാനായിട്ട് തലച്ചോറ് പറയും അതിനെ ദഹിപ്പിച്ചോട്ടാന്ന് പറയും. അപ്പൊ ശരീരത്തിന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കൂല, ഗാഠമായ ഉറക്കം കിട്ടൂല, ശരീരത്തിന് റിപ്പയറിങ് നടക്കുന്നില്ല. പിന്നെ എങ്ങനെ രോഗം മാറും? അപ്പൊ ഞാൻ അവരോട് പറയും, നിങ്ങൾക്ക് രോഗമുണ്ടല്ല, ഈ രോഗം മാറണമെന്നുള്ള അതിയായ ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാ, 7 മണിക്ക് മുമ്പ് ആഹാരം കഴിക്കണം. നിങ്ങൾ എത്ര വേണമെങ്കിലും കഴിച്ചോ, എന്ത് വേണമെങ്കിലും കഴിച്ചോ, ഒരു പത്യമില്ല. 7 മണിക്ക് മുമ്പ് ആഹാരം കഴിക്കണം. 10 മണിക്ക് നിങ്ങൾ കിടക്കുന്ന സമയത്ത് ആ ആഹാരം മിക്കവാറും ദഹിച്ചിട്ടുണ്ടാവും. പിന്നെ ഗാഠമായ ഉറക്കം നിങ്ങൾക്ക് കിട്ടും. ആ ഉറക്കത്തിൽ നിങ്ങളുടെ ശരീരത്തിലെ റിപ്പയറിങ് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശരീരത്തിന് സാധിക്കും. നിങ്ങൾ ഡിസോർഡർ ആവും. വളരെ സിമ്പിളാണ് കാര്യം. ഈ ഉൽപ്പന്നം ഉപയോഗിച്ച 100% ആളുകൾക്ക് റിസൾട്ടാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ ഈ ഉൽപ്പന്നം നമ്മളെ ശരീരത്തിന് സ്വയം റിപ്പയർ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാമോ, മാഗൻ തെറാപ്പിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല, നിങ്ങൾക്ക് ധൈര്യസമേതം പറയാം. കാരണം 100% ഇത് ക്ലിനിക്കലി പ്രൂവ്ഡ് ആണ്. കാന്ത ചികിത്സയിൽ പറയുന്നത് ക്ലിനിക്കലി പ്രൂവ്ഡ് ആണ്. എന്ന് പറഞ്ഞാല് 5 വയസ്സ് തുടങ്ങി 15 വയസ്സ് വരെയുള്ള കുട്ടികള് ഈ നമ്മളുടെ മാട്രസിലാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ, നമ്മളെ മാഗ്നറ്റിക് വാട്ടറാണ് കുടിക്കുന്നതെങ്കിൽ, ഒഴിവിടുന്ന സമയങ്ങളിൽ റെസ്റ്റ് ബാൻഡ് അവരുടെ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ പൊക്കം അവരിക്കുന്നു. അത് മാഗൻ തെറാപ്പിയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ ഉയരം കൂട്ടാനായിട്ട്, ശരീരത്തിന് ആരോഗ്യം കൂട്ടാനായിട്ട് മാഗൻ തെറാപ്പി സഹായകരമാണ്. ഇത് എങ്ങനെയാണ് കൂട്ടണമെന്ന് അറിയാമോ? നമ്മളെ തലച്ചോറിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞൊരു ഗ്ലാൻഡ് ഉണ്ട്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് തലച്ചോറിന്റെ മധ്യഭാഗത്താണ് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉള്ളത്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് നമ്മളുടെ വളർച്ചയെ കുറിച്ച് തീരുമാനിക്കുന്നത്, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇത് 5 വയസ്സ് തുടങ്ങി 15 വയസ്സ് വരെയാണ്. അപ്പൊ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ശരീര വളർച്ചയ്ക്കും സംരക്ഷണത്തിനും ആവശ്യമായ ഹോർമോൺസ് ഉത്പാദിപ്പിക്കും. അതിന് മാഗ്നറ്റിക് എനർജി വേണം. പണ്ട് കാലങ്ങളിൽ മണ്ണപ്പം ചുട്ടും കൊച്ചുവീടുണ്ടാക്കിയും മണ്ണിൽ കുളിച്ചും കായലിൽ നീന്തിയും ഒക്കെ നടന്നിരുന്ന ആൾക്കാരാണ് നമ്മള്. ഇപ്പൊ അല്ലേ ഇനിയും പൊക്കം കുറയും, 5 അടി ഇനിയും താഴും, 4 അടി 4.5 അടിയൊക്കെയാവും ആൾക്കാര്.
അപ്പൊ പൊക്കം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ മാട്രസ് ഉപയോഗിക്കുക. അതിന്റെ സയൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ശരീര വളർച്ചയ്ക്കും സംരക്ഷണത്തിനും ആവശ്യമായ ഹോർമോൺസ് ഉത്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പൊക്കം കൂട്ടും. തറമായിട്ട് പറയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കാന്തശക്തി രോഗശമനകരമായ ഒരു പ്രകൃതി ശക്തിയാണ്. കാന്തശക്തി അതുകൊണ്ടല്ലേ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ കടൽക്കര പോയി നിൽക്ക്. കടൽക്കര പോയി നിൽക്കുമ്പോൾ നിങ്ങൾ പോയാൽ നിങ്ങളല്ല തിരിച്ചു വരുന്നത്. ശരീരത്തിൽ ഒരു പ്രത്യേക സുഖവും ഉന്മേഷവും അല്ലെ, ഒരു സുഖമുണ്ടാവും, സന്തോഷം ഉണ്ടാവും, ഒരു പ്രത്യേക എനർജി ഉണ്ടാവും. പോയ ആളല്ല തിരിച്ചു വരുന്നത്. കാരണം ആ പ്രകൃതിയിൽ നിന്നുള്ള കാറ്റ്, ആ പ്രകൃതിയിൽ നിന്നുള്ള ഒരു എനർജി അല്ലെ, ചെരുപ്പില്ലാതെ ആ മണ്ണിൽ നടക്കുമ്പോൾ കിട്ടുന്ന മാഗ്നറ്റിക് എനർജി. പോയ നിങ്ങളുടെ ശരീരത്തിൽ മാഗ്നറ്റിക് എനർജി ഇല്ല. തിരിച്ചു പോരുന്നത് നിങ്ങളുടെ ശരീരത്തിൽ മുഴുവൻ മാഗ്നറ്റിക് എനർജിയാണ്. അത് നിങ്ങളുടെ ശരീരത്തിൽ സമൂലം മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ കാന്തശക്തി രോഗശമനകരമായ ഒരു പ്രകൃതി ശക്തി കൂടിയാണ്. അതാണ് പ്രകൃതിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. ഇത് രക്തം, ഞരമ്പ്, ഹോർമോൺസ് ഇവരെല്ലാം ആവശ്യകരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതെവിടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്? രക്തത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഞരമ്പിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഹോർമോൺസിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലെല്ലാം ആരോഗ്യകരമായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഊർജത്തിന്റെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ഊർജത്തിന്റെ സന്തുലനാവസ്ഥ നിലനിർത്താനായിട്ട് മാഗ്നറ്റിക് എനർജിക്ക് സാധിക്കുന്നുണ്ട്. രോഗപ്രതിരോധ സംവിധാനം ഉണർത്തുന്നുണ്ട്. ആന്റിബോഡീസ് രക്തത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു വൈറസും വരില്ല. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ വൈറസ് കൊറോണ വൈറസ് ആണ്. ഇനി കൊറോണ വൈറസിന്റെ അപ്പം വരാൻ പോകുന്നുണ്ട്. ഇതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണതൊക്കെ ഇതൊക്കെ വരും. ഇന്നൊരു യുദ്ധം വരുമ്പോഴല്ല ഒരാളെ ഒരു വസ്തുവകൾ പോലും നശിക്കൂല, ഒരു കെട്ടിടങ്ങളും നശിക്കൂല, പ്രകൃതിക്ക് യാതൊരു ഓട്ടം വരില്ല. മനുഷ്യൻ മാത്രമേ ചത്തൊടുക്കുള്ളൂ. ആ രീതിയിലുള്ള ഗവേഷണം നടക്കുന്നത്. അത് കുറച്ച് മണിക്കൂറുകളോട് തീർന്നു. ആ സമയത്ത് നിങ്ങൾക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഓരോരോ മാർഗമുണ്ട്. മാഗ്നറ്റിക് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. എന്തുകൊണ്ടാണ്? രോഗപ്രതിരോധ സംവിധാനം ഉണർത്തുന്നുണ്ട്. ആന്റിബോഡീസ് രക്തത്തിലുണ്ടാവും. ആന്റിബോഡീസ് രക്തത്തിലുണ്ടെങ്കിൽ കൊറോണ അപ്പം വന്നാലും നമ്മുടെ ശരീരത്തിലേക്ക് അത്രയും പവർഫുൾ ആണ് നമ്മളുടെ ഉൽപ്പന്നങ്ങൾ. അതേപോലെ തന്നെ കാന്തശക്തി നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമുക്ക് ഡെമോ കാണിക്കാൻ പറ്റുന്നത്. അവരുടെ വീട്ടിൽ നിന്ന് ഒരു കുപ്പിയുടെ അടപ്പില് ഒരു തുള്ളി വെള്ളം മേടിക്കും. അത് 2 നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ മുകളിൽ വെക്കും. അപ്പൊ തന്നെ കൈമ തൂക്കും. എന്തിനാണ് ഡെമോ കാണിക്കുന്നത്? അവരുടെ എനർജി ലെവൽ 1000 മടങ്ങായിട്ട് കൂടിയിട്ടുണ്ടാവും. അതിന്റെ കാരണം എന്താണ്? കാന്തശക്തി പെട്ടെന്ന് ശരീരത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതിന്റെ കാരണം ശരീരത്തിൽ 4 ഗ്രാം അയൺ കണ്ടന്റ് ഉണ്ട്. നമ്മുടെ ബ്ലഡിന്റെ പ്ലാസ്മയിലാണ് ഈ 4 ഗ്രാം അയൺ കണ്ടന്റ് ഉള്ളത്. ബ്ലഡിന്റെ പ്ലാസ്മയിൽ പകരം ചോദിക്കും അയൺ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ അയൺ കണ്ടന്റ് ആണ്. സൂക്ഷ്മമായ കണികകളാണ്. ഇത് രക്തത്തിലൂടെ ഇങ്ങനെ പാഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മാഗ്നറ്റിക് എനർജി കിട്ടുമ്പോൾ ഇത് ആരോഗ്യകരമായിട്ട് നല്ല രീതിയിൽ പുഷ്പമുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ രക്തപ്രവാഹം കൂടുന്നുണ്ട്. അപ്പൊ നമ്മൾ എനർജി ലെവൽ കൂടുന്നുണ്ട്. കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ കാന്തശക്തി പെട്ടെന്ന് ശരീരത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഡെമോ കാണിക്കാൻ സാധിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ കാന്തസ്പർശം ഉണ്ടായാൽ രക്തപ്രവാഹത്തിൽ ചെറിയ രീതിയിലുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഈ വൈദ്യുതി രക്തത്തിൽ കൂടി പായുമ്പോൾ നമുക്ക് ആരോഗ്യകരമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. എന്താ ചെയ്യുന്നത്? ഇതിന്റെ സയൻസ് എന്താണ്? പെട്ടെന്നൊക്കെ ഈ രീതിയിൽ മാറ്റം കിട്ടുന്നതിന്റെ കാരണം എന്താണ്? മനുഷ്യ ശരീരത്തിൽ കാന്തസ്പർശം ഉണ്ടായാൽ രക്തപ്രവാഹത്തിൽ ചെറിയ രീതിയിലുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ഒരു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ വൈദ്യുതി രക്തത്തിൽ കൂടി പായുമ്പോൾ അയൺ കണ്ടന്റിന്റെ സംഖ്യ വളരെ വർദ്ധിക്കുകയും ശരീരം മുഴുവൻ ഈ പരിവർത്തനം സംഭവിച്ച വൈദ്യുതി അയൺ കണ്ടന്റിന്റെ വർധനവ് രോഗത്തെ ഉന്മൂലനം ചെയ്ത് ആരോഗ്യം നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതാണ് ഇതിന്റെ സയൻസ്. ഇതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഈ ഉൽപ്പന്നത്തെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ലേ? കൂടുതൽ ഞാൻ സാധാരണ പറയുന്ന രീതിയിൽ പറയുന്നില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ക്ലിനിക്കലി പ്രൂവ്ഡ് ആണ്. മാഗ്നത്തോറപ്പി പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പഠിച്ച് തീരുമില്ല. അതിന് ഞാനിപ്പോ മാഗ്നത്തോറപ്പി പറയാറില്ല. എത്രയോ നാളത്തേന്ന് പറയണമെന്ന് അറിയാമോ? കാരണം ഇനി എനിക്ക് പറയാനുള്ളത് ഒരു അൾട്രാപരിയെ കുറിച്ചാണ് പറയാനുള്ളത്. അൾട്രാപരിയാണ് പറഞ്ഞേക്കാം. ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഉത്തമമാണ്. അതിന്റെ ഗുണങ്ങളാണ് പറയുന്നത് കേട്ടെ. ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഉത്തമമാണ്. പല്ലുകളുടെയും എല്ലുകളുടെയും ആരോഗ്യത്തിന് ഉത്തമമാണ്. ശരീരത്തിന് എനർജിയും ബലവും നൽകുന്നുണ്ട്.
മുറിവുകൾ എളുപ്പത്തിൽ ഉണങ്ങാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ സ്കിൻ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇതൊരു നല്ല പരിഹാരമാണ്. സ്കിന്നിന്റെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ്. സ്കിന്നിന്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇത് പരിഹരിക്കുന്നുണ്ട്. അമിത അസിഡിറ്റിയുമായുള്ള പ്രശ്നങ്ങൾക്ക് ഇതൊരു നല്ല പരിഹാരമാണ്. കാരണം അസിഡിറ്റി സംബന്ധമായ എന്തെല്ലാം പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കുറെ സമയം വേണം. ഒരുപാട് പ്രശ്നങ്ങൾ, 90% പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് അസിഡിറ്റി സംബന്ധമായിട്ടാണ്. അപ്പൊ അസിഡിറ്റി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും അൾട്രാബെറി ഒരു പരിഹാരമാണ്. ദഹന സംബന്ധമായ ആരോഗ്യ സംരക്ഷണത്തെ ഉറപ്പാക്കുന്നുണ്ട്. എല്ലാ അവയവങ്ങൾക്കും ആരോഗ്യ സംരക്ഷണത്തിന് ഉത്തമമാണ്. നല്ലൊരു പോഷകാഹാരമാണ്. ന്യൂട്രീഷന്റെ പോരായ്മ ഇല്ലാതാക്കി ആരോഗ്യം നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ആന്റി ഓക്സിഡന്റുകളുണ്ട് സമ്പുഷ്ടമായതിനാൽ ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങളെ പോലും തടയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിന്റെ രണ്ട് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസിഡിറ്റി ഇല്ലാതാക്കുന്നുണ്ട്. ഇത് ആന്റി ഓക്സിഡന്റ് ആണ്. ഇത് രണ്ടും ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഇത് രണ്ടും ഉണ്ടാക്കുന്നുണ്ട്. ഇത് രണ്ടിനെ സംബന്ധിച്ച് പറയാനായിട്ട് അടുത്ത വ്യാഴാഴ്ച നടക്കുന്ന മീറ്റിംഗ് പറയാം. എന്താണ് അസിഡിറ്റി, എന്താണ് ആന്റി ഓക്സിഡന്റ് എന്നുള്ളത്. അപ്പൊ ഈ രണ്ട് മാരകമായ ശാരീരിക പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാനായിട്ട് അൾട്രാബെറിക്ക് സാധിക്കുന്നുണ്ട്. ഇനി അൾട്രാബെറിയിൽ ക്രാൻബെറി ഉണ്ട്, കിവി ഉണ്ട്, ഗ്രീൻ ആപ്പിൾ ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, മക്കാറൂട്ട് ഉണ്ട്, മുരിങ്ങ ഉണ്ട്, മാങ്കോസ്റ്റീൻ ഉണ്ട്, പിന്നെ ഈറ്റ് ഗ്രാസ് ഉണ്ട്, മുന്തിരി വിത്ത് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, ബ്ലാക്ക് കറന്റ്, അശ്വഗന്ധ, ഗ്രീൻ ടീ, കറുകപ്പട്ട, അലോവര, ബ്ലൂബെറി, പിന്നെ സഫേദ് മുസ്ലി, എൽഡൻ ബെറി, പിന്നെ സോബാൽ മെറ്റ, നോനി മുതലായ ആന്റി ഓക്സിഡന്റ് അടങ്ങിയ ഒരു ന്യൂട്രീഷൻ ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാത്തിന്റെ എക്സ്ട്രാ എടുത്തിട്ടുള്ളത് 4 രീതിയിലുള്ള ബെറികളുണ്ട്. ഈ 4 ബെറി പഴങ്ങളുടെ പ്രത്യേകത പറഞ്ഞെങ്കിൽ ലോകത്തിലെ ഏറ്റവും ആന്റി ഓക്സിഡന്റ് ഉള്ളത് ബെറി പഴത്തിലാണ്. പിന്നെ മുരിങ്ങയിലയുടെ എക്സ്ട്രാക്ട് ഉണ്ട്. ഇതിനെല്ലാം ജീവകോശങ്ങളാണ് എടുക്കുന്നത്, സ്റ്റെം സെല്ലാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ജ്യൂസ് അല്ല എടുക്കുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത, സ്റ്റെം സെല്ലാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയേറെ ഗുണങ്ങൾ കിട്ടുന്നത്. ലോകാരോഗ്യ സംഘടന പറയുന്നത് എന്താണെന്നറിയാം? നമ്മുടെ ശരീരത്തില് നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ഇത് 1954 കണ്ടെത്തിയ ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ഈ ഓക്സിഡേഷനാണ് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നത്. ജരാനരകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്, അകാല വാർദ്ധക്യം നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഓക്സിഡേഷൻ ഒഴിവാക്കാനായിട്ട് ആന്റി ഓക്സിഡന്റ് ആയ ആഹാരം നമ്മൾ കഴിക്കണം. ഈ ആന്റി ഓക്സിഡന്റ് ആയ ആഹാരങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് ബെറി പഴങ്ങളിലാണ്. അതാണ് ഈ ബെറി പഴങ്ങളുടെ എക്സ്ട്രാക്ട് കൂടുതൽ എടുത്തിട്ടുള്ളത്. അതിൽ മുരിങ്ങയില, ലോകാരോഗ്യ സംഘടന പറയുന്നത് സൂപ്പർ ഫുഡ്, ലോകത്തിലെ ഏറ്റവും സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞാൽ മുരിങ്ങയിലാണ്. മുരിങ്ങയില നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അതിന്റെ സ്റ്റെം സെൽ എടുക്കുന്നത്, മുരിങ്ങയിലയുടെ സ്റ്റെം സെല്ലാണ് എടുക്കുന്നത്. അങ്ങനെ 21ഓളം അപൂർവമായ ഔഷധ സസ്യങ്ങളുടെയും ഔഷധ ഫലങ്ങളുടെയും സ്റ്റെം സെല്ലാണ് നമുക്ക് എടുക്കുന്നത്. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതുകൊണ്ട് ആശ്വാസം ലഭിക്കുന്നത്, എന്തിനൊക്കെ ആശ്വാസം ലഭിക്കുന്നുണ്ട്? ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നുണ്ട്, വെരിക്കോസ് ആശ്വാസം ലഭിക്കുന്നുണ്ട്, ക്യാൻസറിന് ആശ്വാസം ലഭിക്കുന്നുണ്ട്, പൈൽസിന് ആശ്വാസം ലഭിക്കുന്നുണ്ട്, പൈൽസ് പിന്നെ പൈൽസും അർഷസും രണ്ടാണ്. 2 രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് പൈൽസും അർഷസ് എന്ന് പറയുന്നത്. തൈറോയ്ഡ് 100% ഇല്ലാതാക്കുന്നുണ്ട്. പിന്നെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്നുണ്ട്. പിന്നെ യൂട്രസിനുള്ളിലുള്ള മുഴകൾ ഇല്ലാതാക്കുന്നുണ്ട്. പിന്നെ സ്റ്റോൺ പ്രോബ്ലം ഇല്ലാതാക്കുന്നുണ്ട്. സോറിയാസിസ്, മറ്റു ത്വക്ക് രോഗങ്ങള്, അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ, തുമ്മല്, കാൽപാദം ഇടിച്ചു കയറല്, നെഞ്ചരിച്ചല്, ഫാറ്റ് ലിവർ, ത്വക്കിൽ കൊഴുപ്പ് അടിഞ്ഞി കൂടി ഉണ്ടാകുന്ന മുഴകള്, പിന്നെ കരൾ വീക്കം, കണ്ണിന് താഴെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ, ദഹന പ്രശ്നങ്ങൾ, ആസ്മ, വന്ധ്യതാ പ്രശ്നങ്ങൾ, രക്തക്കുറവ്, പിന്നെ മുലപ്പാൽ കുറവ്, ലൈംഗിക ശേഷി കുറവ്, പിന്നെ കാൽസ്യം സംരക്ഷണം, യൂറിക് ആസിഡിനെ ഇല്ലാതാക്കുന്നുണ്ട്. പിന്നെ ഓർമ്മ ബുദ്ധി തകരാറുകൾ ഇല്ലാതാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ക്ഷീണം തളർച്ച, നമ്മുടെ ശരീരത്തിലെ ക്ഷീണം തളർച്ച, പിന്നെ കാഴ്ചക്കുറവിന് ഇല്ലാതാക്കുന്നുണ്ട്. രോഗപ്രതിരോധ ശേഷി കൂടുന്നുണ്ട്. ബ്ലഡ് പ്രഷർ ഇല്ലാതാക്കുന്നുണ്ട്. ജലദോഷവും പനിയും ഇല്ലാതാക്കുന്നുണ്ട്. കഫക്കെട്ട് ഇല്ലാതാക്കുന്നുണ്ട്. മലബന്ധം ഇല്ലാതാക്കുന്നുണ്ട്. പിന്നെ രക്തക്കുറവ് സംബന്ധമായ അസുഖങ്ങൾ ഇല്ലാതാക്കുന്നുണ്ട്. അൾസർ ഇല്ലാതാക്കുന്നുണ്ട്. അപസ്മാരം, പിന്നെ അൽഷിമേഴ്സ്, പാർക്കിൻസൺസ് ഡിസീസ്, പിത്താശയക്കല്ല്, മൈഗ്രെയിൻ, അങ്ങനെയുള്ള 36ഓളം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് അൾട്രാബെറി. മനസ്സിലാക്കേണ്ടത് ഒരു അസുഖങ്ങൾക്കുള്ള ഒരു മരുന്നല്ല, ഇതൊരു സൂപ്പർ ഫുഡ് മാത്രമാണ്. ഇത്രയും അസുഖങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ
അൾട്രാബെറി ഇപ്പൊ മോർ പവർ ഇപ്പൊ പറയുന്നില്ല, പ്ലാന്റ് ബേസ്ഡ് പ്രൊഡക്റ്റ് ഇപ്പൊ പറയുന്നില്ല, അടുത്ത വ്യാഴാഴ്ച പറയാം. നമുക്ക് ഗീർ പശുവിന്റെ നെയ്യ് പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗീർ പശുവിന്റെ നെയ്യാണ്. A1 നെയ്യുണ്ട്, A2 നെയ്യുണ്ട് കേട്ടോ. A1 നെയ്യ് എന്ന് പറഞ്ഞാൽ എന്താണ്? A1 നെയ്യ് എന്ന് പറഞ്ഞാൽ അതൊരു ആഹാരമാണ്, അത് ആഹാരത്തിന് വേണ്ടി ഉപയോഗിക്കും. അപ്പൊ നമുക്ക് പായസത്തിലിടാം, നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം, അത് ആഹാരത്തിന് വേണ്ടി ഉപയോഗിക്കാം. A2 നെയ്യ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഔഷധമാണ്. A2 എന്ന് പറഞ്ഞാൽ ഔഷധമാണ്, അത് 100% ഔഷധമാണ്, അത് ഔഷധത്തിന് വേണ്ടി ഉപയോഗിക്കാം. അതാണ് A2 നെയ്യ് എന്ന് പറഞ്ഞാൽ അത് ഔഷധമാണ്, മുഴുവൻ ഔഷധമാണ്. അപ്പൊ ഈ നെയ്യുടെ പ്രത്യേകത എന്താണ്? ഇത് പാരമ്പര്യ രീതിയിൽ നിർമ്മിക്കും. നമ്മളെ നെയ്യ് പാരമ്പര്യ രീതിയിൽ നിർമ്മിക്കും. അപ്പൊ ഈ ചാണകം ഉണക്കി കത്തിച്ച് വൻകുടത്തിലാണ് പാല് കാച്ചുന്നത്. അതിന് കൃത്യമായ ടെമ്പറേച്ചറാണ്, കൃത്യമായ സമയം കഴിഞ്ഞിട്ടാണ് ഉറവൊഴിക്കുന്നത്. കടകൂല് കൊണ്ടാണ് കടയുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള ഒരു പാലുൽപ്പന്നം എന്ന് പറഞ്ഞാൽ ഗീർ പശുവിന്റെ പാലുൽപ്പന്നങ്ങളാണ്. ആ പാലുൽപ്പന്നങ്ങൾ പാരമ്പര്യ രീതിയിൽ നിർമ്മിക്കുന്നതാണ്. ഇത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. നമ്മളെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് നെയ്ക്ക് സാധിക്കുന്നുണ്ട്. ദഹനത്തെ സഹായിക്കുന്നുണ്ട്. കുടല് നന്നായാലും ഉടല് നന്നായെന്നല്ല പറയുന്നത്. അപ്പൊ ദഹന പ്രശ്നങ്ങൾ ഒരുപാട് നമ്മുടെ ശരീരത്തിലുണ്ട്. ആ ദഹന പ്രശ്നങ്ങളെ സഹായിക്കാനായിട്ട് നെയ്ക്ക് സാധിക്കുന്നുണ്ട്. ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്നത് കൊളസ്ട്രോൾ അല്ലേ, ഇത് ഹൃദയത്തിന് തകർപ്പില്ലേ? അത് അന്ധവിശ്വാസമാണ്. അത് A1 നെയ്യാണ്. A2 നെയ്യ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിന് ആവശ്യമായ omega-3 ഫാറ്റി ആസിഡ് ഉണ്ട്, omega-6 ഫാറ്റി ആസിഡ് ഉണ്ട്. അതാണ് നമ്മൾ നാരദയുടെ പ്രത്യേകത. omega-3 ഫാറ്റി ആസിഡും omega-6 ഫാറ്റി ആസിഡും ഉണ്ട്. ഇത് നമ്മുടെ തലച്ചോറിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിനെയും ഹൃദയത്തിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിനെയും കണ്ണിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിനെയും ജോയിന്റ്സിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിനെയും സഹായിക്കുന്നുണ്ട്. പോഷകങ്ങളുടെ ഒരു കലവറയാണ്, ന്യൂട്രീഷ്യസിന്റെ ഒരു കലവറയാണ്. ആരോഗ്യ ഗുണങ്ങൾ ഏറെയാണ്, വിറ്റാമിനുകളാൽ സമ്പുഷ്ടമാണ്. അതിൽ ഓയിലിൽ അലിയുന്ന വിറ്റാമിൻസ് ആണ് കൂടുതലുള്ളത്. ഈ ഓയിലിൽ അലിയുന്ന വിറ്റാമിൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതിലും നഷ്ടപ്പെട്ടു പോകില്ല. ചൂടാക്കിയ വേറെ എന്ത് ചെയ്താലും അത് നഷ്ടപ്പെട്ടു പോകില്ല. ഏതൊക്കെ വിറ്റാമിൻസ് ഉള്ളത്? വിറ്റാമിൻ A ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്, K ഉണ്ട്, omega-3 ഉണ്ട്, omega-6 ഉണ്ട്. അതിൽ ഫാറ്റി ആസിഡുകൾ കൊണ്ട് ഇതിൽ സമ്പുഷ്ടമാണ്. ശരീരത്തിന്റെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും ഇത് അത്യാവശ്യമാണ്. പിന്നെ വിവിധ വിറ്റാമിനുകളും ആന്റി ഓക്സിഡന്റുകളും രോഗപ്രതിരോധ ശേഷിയെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. കുടലിന്റെ ചലനത്തെ സഹായിക്കുന്നുണ്ട്. ആഹാരം കുടലിൽ പറ്റിപ്പിടിക്കുന്നില്ല. മലബന്ധം ഒരു കാരണവശാലും ഉണ്ടാകുന്നില്ല. ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ബ്രെയിനിന്റെ പവർ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കുന്നുണ്ട്. തടി വെക്കാനും തടി കുറക്കാനും സഹായിക്കുന്നുണ്ട്. ഒരു ഉൽപ്പന്നം കഴിച്ചാൽ തടി കൂട്ടാനും സഹായിക്കുന്നുണ്ട്, തടി കുറക്കാനും സഹായിക്കുന്നുണ്ട്. പൊണ്ണത്തടിയുള്ള ആളുകളോട് നെയ്യ് തനിച്ച് കഴിക്കാൻ പറയാം. 5 മില്ലി നെയ്യ് രാവിലെയും 5 മില്ലി നെയ്യ് വൈകുന്നേരവും തനിച്ച് കഴിക്കാൻ പറയാം. അവരെ തടി കുറയും. നെയ്യ് മാത്രം കഴിക്കാൻ പാടുള്ളൂ. ഒരു സ്പൂൺ എടുത്തിട്ട് നെയ്യ് കഴിക്കുക. ഈ മെലിഞ്ഞ ആളുകൾക്ക് തടി വെക്കാനായിട്ട് മധുരം ചേർത്ത് കഴിക്കാൻ പറയാം. അത് പഞ്ചസാര ചേർക്കാം, അല്ലെങ്കിൽ കഞ്ഞിയിലിട്ട് കുടിക്കുക, ചായയിലിട്ട് കുടിക്കുക. കഞ്ഞിലിടുമ്പോൾ കാർബോഹൈഡ്രേറ്റ് മധുരം ഷുഗറാണ്. പിന്നെ വേണമെങ്കിൽ അവർക്ക് തേൻ ഉപയോഗിക്കാം. അപ്പൊ നെയ്യുടെ പകുതി അളവിൽ മാത്രമേ തേൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം പറയണം. നെയ്യുടെ പകുതി അളവിൽ മാത്രമേ തേൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെ മധുരം ചേർത്ത് കഴിച്ചാൽ മെലിഞ്ഞ ആളുകളുടെ തടി കൂടുന്നു. അപ്പൊ തടി വെക്കാനും തടി കുറക്കാനും സഹായിക്കുന്നുണ്ട്. ജോയിന്റ്സിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്. കാരണം എന്താണ്? omega-3 ഫാറ്റി ആസിഡ് ഉള്ളതുകൊണ്ടാണ്. ജോയിന്റ്സിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്. ആന്റി ഇൻഫ്ലമേഷൻ ആണ്. ആന്റി ഇൻഫ്ലമേഷൻ എന്താണോ പ്രത്യേകതയാണ്? നീർക്കെട്ടുകൾ ഇല്ലാതാക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് പുറത്തല്ല നീർക്കെട്ടുകൾ കൂടുതലുള്ളത്, ശരീരത്തിന് അകത്താണ്. അപ്പൊ ശരീരത്തിനകത്തുള്ള നീർക്കെട്ടുകളെ ഇല്ലാതാക്കാനായിട്ട് നമ്മളെ ഗീർ പശുവിന്റെ നെയ്യിന് സാധിക്കുന്നുണ്ട്. പുരാതന കാലം മുതൽ മരുന്നുകളിലും ഭക്ഷണത്തിലും രുചിക്കും ഉപയോഗിക്കുന്നത് ഈ നെയ്യാണ്. പുരാതന കാലം തുടങ്ങി മരുന്നുകളിലും ഭക്ഷണത്തിലും രുചിക്കും ഉപയോഗിക്കുന്നത് ഈ നെയ്യാണ്. ഇത് ന്യൂട്രീഷന്റെ ഒരു കലമറയാണ്. ദഹനത്തെ സഹായിക്കുന്നുണ്ട്, ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്, എല്ലുകളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്, പൊണ്ണത്തടി കുറയുന്നുണ്ട്, രോഗപ്രതിരോധ സംവിധാനം ഉണർത്തുന്നുണ്ട്, രക്തക്കുഴലുകളിലെയും പൊള്ളലുകളുടെയും മുറിവുകളുടെയും ശമിപ്പിക്കുന്നുണ്ട്. രക്തക്കുഴലുള്ള എന്ന് പറഞ്ഞാല് മനുഷ്യ ശരീരത്തിൽ 1,00,000 കിലോമീറ്റർ വരുന്ന രക്തക്കുഴലുകളുണ്ട്. ആ രക്തക്കുഴലുകളുടെ എലാസ്തികത നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. രക്തക്കുഴലുകളുടെ എലാസ്തികത നിലനിർത്താനായിട്ട്. ഇപ്പോഴാണ് നമുക്ക് സ്ട്രോക്ക് വരുന്നത്, അറ്റാക്ക് വരുന്നതിന്റെ പ്രധാന കാരണം നമ്മുടെ രക്തക്കുഴലുകളുടെ എലാസ്തികത നഷ്ടപ്പെട്ടു പോയി. 1,00,000 കിലോമീറ്റർ നീളം വരുന്ന രക്തക്കുഴലുകളുണ്ട്. ആ രക്തക്കുഴലുകളുടെ എലാസ്തികത നിലനിർത്താനായിട്ട് ഗീർ പശുവിന്റെ നെയ്ക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ
ദഹന ആരോഗ്യത്തെ സഹായിക്കുന്നുണ്ട്, തലച്ചോറിന്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ K2 ഉള്ളതിനാൽ ചർമ്മത്തിന്റെ ആരോഗ്യത്തെ സഹായിക്കുന്നുണ്ട്, മുടിയുടെ ആരോഗ്യത്തെ സഹായിക്കുന്നുണ്ട്, ജോയിന്റ്സിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നുണ്ട്, സന്ധികളുടെ വഴക്കം മെച്ചപ്പെടുത്തുന്നുണ്ട്. omega-3 ഫാറ്റി ആസിഡ്, വൈറ്റമിൻ A, D, K, കൂടാതെ ഇതിന്റെ A2 പ്രോട്ടീൻ. കാരണം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത A2 പ്രോട്ടീൻ ഉണ്ട്. അത് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. A2 പ്രോട്ടീൻ ദഹനത്തെ നന്നായിട്ട് സഹായിക്കാനുണ്ട്, ദഹനം നന്നായിട്ട് നടക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. A2 പ്രോട്ടീൻ ഇതിലുണ്ട്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്താണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? ഇത് A2 നെയ്യ് വിഭാഗത്തിൽപ്പെടുന്ന നെയ്യാണ്. അതിൽ A2 പ്രോട്ടീൻ ഉണ്ട്. ആ A2 പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലെ ദഹനം നന്നായിട്ട് നടത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ, ഈ രീതിയിലുള്ള ഉൽപ്പന്നങ്ങളല്ല, ഇനി ഇതിനേക്കാൾ വളരെയേറെ പ്രധാനപ്പെട്ട ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. ആ ഉൽപ്പന്നത്തിലെ ഒരു ഉൽപ്പന്നമാണ് നമ്മളെ മോർ പവർ. അതിനെപ്പറ്റി പറയാനായിട്ട് ഒരു 2 മണിക്കൂർ തന്നെ വേണ്ടി വരും. അടുത്ത വ്യാഴാഴ്ച മോർ പവറിനെ സംബന്ധിച്ച് പറയാം. ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളെ 11 വ്യവസ്ഥകളെയും ക്രമീകരിക്കുന്ന ഒന്നാണ്. 44ഓളം അപൂർവമായ ഔഷധ കൂട്ടുകൾ ഇതിലുണ്ട്. എല്ലാത്തിനും സ്റ്റെം സെല്ലാണ് ഉപയോഗിക്കുന്നത്, അല്ലാണ്ട് അത് വലിച്ചു വരെ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ 44ഓളം അപൂർവമായ 11 വ്യവസ്ഥകളെ ക്രമീകരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ലൈംഗിക പ്രശ്നങ്ങൾക്ക് ഇതൊരു പരിഹാരമാണ്. അപ്പൊ അങ്ങനെയുള്ള മോർ പവറിനെ സംബന്ധിച്ച് വിശദീകരിക്കുക. ഇനി 10 പ്ലാന്റ് ബേസ്ഡ് പ്രൊഡക്റ്റ്. പ്ലാന്റ് ബേസ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് 19 വർഷത്തെ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയതാണ്. ക്ലിനിക്കൽ ടെസ്റ്റ് കഴിഞ്ഞതാണ്, ക്ലിനിക്കലി പ്രൂവ്ഡ് ആണ്. അപ്പൊ ഈ പറയുന്ന ഗുണങ്ങൾ കിട്ടും എന്ന് പറയുന്നത് 100% ഉറപ്പാണ്. ലോകത്ത് ഇതേപോലുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന 2000ഓളം കമ്പനികളിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയാണ് ഈ പ്ലാന്റ് ബേസ്ഡ് പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. 10 പ്ലാന്റ് ബേസ്ഡ് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ 10 പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരമാണ്. ഇപ്പൊ ഷുഗറുള്ള മെമ്പേഴ്സിനെ സംബന്ധിച്ചോളം അഡ്വാൻസ്ഡ് ഷുഗർ ബാലൻസ് ഒരു 4 മാസം ദിവസം 2 നേരം എന്നുള്ള രീതിയിൽ കഴിക്കാൻ തയ്യാറാണെങ്കിൽ, നമ്മൾ മാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ, നമ്മൾ മാഗ്നറ്റിക് പ്രൊഡക്റ്റിൽ നമ്മൾ കിടന്നുറങ്ങുക, മാഗ്നറ്റിക് വാട്ടർ കുടിക്കുക, റെസ്റ്റ് ബാൻഡ് കൃത്യമായിട്ട് ഉപയോഗിക്കുക, അതോടൊപ്പം തന്നെ 4 മാസം ദിവസം 2 നേരം എന്നുള്ള രീതിയിൽ പ്ലാന്റ് ബേസ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 14,500 രൂപ ചെലവ് വരുന്നുള്ളൂ. മാട്രസിന് 9,800 രൂപ ചെലവ് വരുന്നുള്ളൂ. 4 മാസം ഈ ഉൽപ്പന്നം വാങ്ങിക്കാന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം 4,800 രൂപ ചെലവ് വരുന്നുള്ളൂ. അപ്പൊ ആകെ കൂടി വരുന്ന ചെലവ് ഏകദേശം ഒരു 14,600 രൂപ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഷുഗർ എന്ന് പറഞ്ഞാല് നമ്മൾ ചിതല് പോലെ നമ്മുടെ ശരീരത്തിനെ നശിപ്പിക്കുന്നതാണ്. ഇതിന്റെ പറയുന്ന ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പാൻക്രിയാസിന്റെ നശിച്ചുപോയ ബീറ്റ സെല്ലുകളെ പുനർജനിപ്പിച്ച് നമ്മളെ പാൻക്രിയാസിന് ഇൻസുലിൻ പുറപ്പെടുപ്പിക്കാനുള്ള ഒരു കഴിവിലേക്ക് ശരീരത്തിനെ കൊണ്ടുവരുന്നതാണ്. ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നശിച്ചുപോയ പാൻക്രിയാസിന്റെ ബീറ്റ കോശങ്ങളെ പുനർജനിപ്പിച്ച് ശരീരം തന്നെ ഇൻസുലിൻ പുറപ്പെടുവിക്കാനായിട്ട് വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി 3-ൽ 2 പേർക്ക് ഷുഗറാണ്. ആ ഷുഗർ രോഗികൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഷുഗർ രോഗികളുള്ളത് കേരളത്തിലാണ്. കേരളത്തില് ഇത്രയേറെ ഷുഗർ രോഗികളുണ്ട്. ഇനി അതിനോടൊപ്പം തന്നെ ചില ആളുകളുടെ പ്രശ്നം മുടി വളരുന്നില്ലെന്നുള്ളതാണ്. പെൺകുട്ടികളുടെ പ്രശ്നം മുടി, അവർക്ക് തഴച്ചു വളർന്ന മുടിയാണ്. അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാം. ബ്യൂട്ടി വിറ്റാലിൻ ഉണ്ട്. ഒരു ദിവസം 2 നേരം വെച്ചുകൊണ്ട് 4 മാസം കഴിക്കാൻ തയ്യാറാണെങ്കിൽ മുട്ടറ്റം വരുന്ന കണങ്കാല് വരുന്ന മുടിയാണ്. ക്ലിനിക്കലി പ്രൂവ്ഡ് ആണിത്. അത് നഖത്തിന്റെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ പഠിക്കുന്ന കുട്ടികളെ എല്ലാവരുടെയും പ്രശ്നം, നമ്മളെയൊക്കെ വീടുകൾക്ക് ദാരിദ്ര്യം ഉണ്ടെങ്കിലും വീട്ടിലെ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെ പഠിപ്പിക്കുന്നത് പണച്ചെലവുള്ള സ്കൂളുകളിലാണ് പഠിപ്പിക്കുന്നത്. എന്തിനുവേണ്ടിയാണ്? ഇവരെ വിശ്വപൗരന്മാരാക്കാൻ വേണ്ടിയാണ്. ഇവരെ വിശ്വപൗരന്മാരാക്കണമെങ്കിൽ ഇവരുടെ ഐക്യ പവർ കൂടണ്ടേ? ഇവരെ തലച്ചോറിന് ശാന്തത വേണ്ടേ? തലച്ചോറിന് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിയേ? അതിന് ചെലവേറിയ സ്കൂളിൽ പഠിപ്പിച്ചാലൊന്നും സാധിക്കില്ല. അതിന് അവരെ തലച്ചോറിന്റെ പവർ കൂട്ടണം. ഓരോ വീടുകളിൽ കടന്നെന്ന് പറയണം, കുഞ്ഞുങ്ങളുടെ തലച്ചോറിന്റെ ഐക്യ പവർ കൂട്ടണം. അങ്ങനെ ഒരു പവർ ഉണ്ട്. ആ പവർ കൂട്ടാനായിട്ട് നമ്മളെ കയ്യിൽ അഡ്വാൻസ് മെമ്മറി മാക്സ് ഉണ്ട്. മാർക്കറ്റിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങളെല്ലാം അല്ല, ഇതെല്ലാം ക്ലിനിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുള്ള 100% ലീഗലായിട്ടുള്ള, നമ്മൾ ആയുഷ് മന്ത്രാലയം അംഗീകരിച്ചിട്ടുള്ള പാറ്റന്റ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ വിറ്റിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ. അതിന് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഹൈ സ്റ്റാൻഡേർഡ് ഉണ്ട്. നമ്മളെ പോലുള്ള മെമ്പേഴ്സ് അല്ല, നമ്മളെക്കാൾ ഉയർന്ന സ്റ്റാൻഡേർഡുള്ള മെമ്പേഴ്സ് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കേണ്ട ഉൽപ്പന്നമാണ്.
നിർഭാഗ്യവശാൽ നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ കയ്യിലാണ് ഈ ഉൽപ്പന്നം കിട്ടിയിട്ടുള്ളത്. നമ്മളെ സ്റ്റാൻഡേർഡിലാണ് ആളുകൾ ഈ ഉൽപ്പന്നത്തിനെ കാണുന്നത്. ഇതൊന്നും പ്രചരിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ അടുത്ത ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ നമ്മളെ സമൂഹത്തിലെ ഹൈ സൊസൈറ്റി മെമ്പേഴ്സ് ഇറങ്ങി വരും. നിങ്ങളുടെ ടീമിൽ ഹൈ സൊസൈറ്റി മെമ്പേഴ്സ് ഇറങ്ങി വരും. നമ്മളുടെ ഈ 13 ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് ഞാനിവിടെ പറഞ്ഞു. 14 ഉൽപ്പന്നങ്ങൾ, നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾ 1, 2 നമ്മൾ ആൾട്രാബെറി, 3 മോർ പവർ, 4 ഗീർ പശുവിന്റെ നെയ്യ്, 10 പ്ലാന്റ് ബേസ്ഡ് പ്രൊഡക്റ്റ്, 14 ഉൽപ്പന്നങ്ങൾ. ഈ 14 ഉൽപ്പന്നങ്ങൾ മതി വിശ്വം കീഴടക്കാനായിട്ട്. ട്രെൻഡ് സെറ്റ് ചെയ്യാൻ ഇതല്ല ട്രെൻഡ്. ഈ ട്രെൻഡ് വരാൻ പോകുന്നേ. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 30 ലക്ഷത്തോളം സംതൃപ്തരായ കസ്റ്റമേഴ്സ്. ഇനി അതല്ല ട്രെൻഡ്, അതിനേക്കാൾ വലിയ ട്രെൻഡാണ് ഇനി വരാൻ പോകുന്നത്. 6 മാസം മുമ്പ് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഉൽപ്പന്നങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 14 ഉൽപ്പന്നങ്ങൾ. ഈ രീതിയിൽ ജനങ്ങളെ പരിചയപ്പെടുത്താൻ സാധിക്കുന്ന, ജനങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്ന, അവരുടെ ആയുസ് വർദ്ധിപ്പിക്കുന്ന, ഏതാണ്ട് 150ഓളം വർഷം വരെ ആരോഗ്യത്തോടെ അവർക്ക് ജീവിച്ചിരിക്കാൻ സാധിക്കുന്ന 14 ഉൽപ്പന്നങ്ങൾ. ഈ 14 ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തി ഓരോ ജനങ്ങളുടെയും ആരോഗ്യം വർദ്ധിപ്പിച്ചുകൊണ്ട്, അവരുടെ ആയുസ് വർദ്ധിപ്പിച്ചുകൊണ്ട്, അവരുടെ പണച്ചെലവ്, മെഡിക്കൽ ചെലവ് കുറച്ചുകൊണ്ട് മുന്നേറാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ളത്. സാമൂഹ്യപരമായ വിപ്ലവകരമായൊരു മാറ്റം. എന്താണ് വിപ്ലവം? പെട്ടെന്നുള്ളൊരു മാറ്റം. നമ്മുടെ സമൂഹത്തിൽ പെട്ടെന്ന് മാറ്റം. അടുത്ത 4 മാസം കഴിയുമ്പോൾ പറഞ്ഞതല്ല ആളുകൾ പറയാൻ പോകുന്നത്. ഇതിന്റെ 100 ഇരട്ടി ടെസ്റ്റിമോണിയലി, 100 മടങ്ങ് ടെസ്റ്റിമോണിയലി. പ്രൊഡക്റ്റ് പബ്ലിസിറ്റി. പ്രൊഡക്റ്റിനെ കുറിച്ച് പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. ജനങ്ങൾ ചോദിച്ചു വരുന്ന സമയം കൊടുക്കാൻ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ തമ്പി സാറ് പറയുന്ന പോലെ പ്രൊഡക്റ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയത്തിലേക്ക് മാറാൻ പോണേണ്. ജനം നിങ്ങളെ വീടുകളിലേക്ക് വന്ന് പ്രൊഡക്റ്റ് ആവശ്യപ്പെടുന്ന ഒരു സമയത്തിലേക്ക് വരാൻ പോണേണ്. എന്ന് പറഞ്ഞാൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കാനഡ, ഈ ബയോട്ടോറിയം കാനഡ സുവർണ കാലഘട്ടം വരാൻ പോണേണ്. സുവർണ കാലഘട്ടം എന്നാണ് പറയേണ്ടത്. ഇന്ന് നമ്മൾ പറയുന്നത് അങ്ങനെയല്ല. ഈ ഉൽപ്പന്നം ഉപയോഗിച്ച് നിങ്ങളുടെ രോഗം മാറും. ഈ ഉൽപ്പന്നം മേടിക്കുന്നതാണ് പറയുന്നത്. അവരുടെ രോഗം മാറും. സാമൂഹ്യ നന്മയാണ് നിങ്ങൾ ചെയ്യുന്നത്. 2020 ശേഷം ലോകം മുഴുവൻ ട്രെൻഡ് സെറ്റ് ചെയ്യുന്ന വെൽനസിന്റെ ഭാഗമായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. 2020 ശേഷം ഈ ലോകം മുഴുവൻ ട്രെൻഡ് സെറ്റ് ചെയ്യാൻ പോകുന്നത് വെൽനസിലാണ്. അങ്ങനെ വെൽനസിന്റെ ഭാഗമായ ഒരു ബിസിനസ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഭാഗമായ ഒരു ബിസിനസ്, ഓൺലൈൻ ബിസിനസിന്റെ ഭാഗമായ ഒരു ബിസിനസ് 2020 ശേഷം ഈ ലോകം മുഴുവൻ ട്രെൻഡ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ 3 ബിസിനസ്സിലാണ്. ഇത് 3 കൂടി ചേർത്ത ഒരു ബിസിനസ് ഈ ബയോട്ടോറിയം. അതിന് നമുക്ക് കഴിവുകൾ വേണ്ട, അതിന് നമുക്ക് അറിവുകൾ വേണ്ട, അതിന് വേണ്ടത് മനോഭാവമാണ്. നമുക്ക് വേണ്ടത് മനോഭാവമാണ്. എനിക്കും വിജയിക്കാൻ സാധിക്കുന്ന ഒരു മനോഭാവം. അതിന് വേണ്ടത് കഠിനാധ്വാനമാണ്. എനിക്ക് ആളുകളോട് പറയാൻ സാധിക്കുന്ന ഒരു കഠിനാധ്വാനം, ആളുകളോട് ഈ ഓഡിറ്റോറിയം പറയാൻ സാധിക്കുന്ന, ഭ്രാന്ത് പിടിച്ച രീതിയിൽ പറയാൻ സാധിക്കുന്ന, ഡെമോ കാണിക്കുന്ന, ഇന്നത്തെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഫീൽഡ് സ്റ്റാഫ് വട്ടായെങ്കിൽ ആ വട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ പറയാൻ തയ്യാറാകുക, നിങ്ങളുടെ മനോഭാവം മാറ്റുക, നിങ്ങൾ പറയാൻ തയ്യാറാകുക. നിങ്ങൾക്ക് 10% അറിവ് മതി, നിങ്ങൾക്ക് 10% കഴിവ് മതി. 40% മനോഭാവം, 40% പ്രവർത്തനം, 10% കഴിവ്, 10% അറിവ്, 100%. അങ്ങനെ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അടുത്ത 3 വർഷം കഴിയുമ്പോൾ ഈ ഇരിക്കുന്ന ഓരോരുത്തരും 10,000-ങ്ങളുള്ള പണക്കാരനല്ല, ലക്ഷങ്ങളുള്ള പ്രഭുവല്ല, ഈശ്വരൻ, കോടീശ്വരനാകാൻ നിങ്ങൾക്ക് സാധിക്കും. ആകട്ടെ ആശംസയുണ്ട്. വിജയാശംസകളുടെ MBR ഈ മീറ്റിംഗ്. ഓക്കെ, വെരി വെരി പവർഫുൾ മീറ്റിംഗ് ആയിരുന്നു. ഇതുപോലുള്ള അവസരങ്ങൾ എല്ലാവരും ഉപയോഗിക്കുക. ഇത്രയും വലിയൊരു അവസരം നമ്മൾക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ഇതെല്ലാവരും പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ആരെല്ലാം അറിയിക്കുന്നുവോ ഈ മീറ്റിംഗിന്റെ സൂമിന്റെ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുത്ത് അവർക്ക് അടുത്ത മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാനുള്ള അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കുക. അതാണ് ഏറ്റവും ഉപകാരപ്രദം. ഓക്കെ, എല്ലാവർക്കും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തി. ഇത്രയും മനോഹരമായി നമ്മുടെ ലീഡേഴ്സ് നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. തീർച്ചയായും ഈ അവസരങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് അത് പ്രാവർത്തികമാക്കുക എന്നതാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്. വളരെ മനോഹരമായിരുന്നു സാർ. ഇന്നത്തെ മീറ്റിംഗ് എല്ലാവർക്കും പ്രചോദനവും ഉത്സാഹവുമായിട്ടുണ്ട്. തീർച്ചയായും ഇനിയുള്ള ഇങ്ങനത്തെ മീറ്റിംഗുകൾ തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത്. തീർച്ചയായിട്ടും ഇനിയും ഇത് ആവശ്യപ്പെടുന്നു. താങ്ക് യു ഓൾ ലീഡേഴ്സ്. നമുക്ക് താങ്ക് യു ഓൾ ലീഡേഴ്സ്. ഓക്കെ, ഗോഡ് ബ്ലസ് യു.